നമസ്കാരം, പി എസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷ അതുപോലെ തന്നെ ബിവറേജ് LDC പരീക്ഷകളൊക്കെ എത്തിക്കഴിഞ്ഞു. പ്രിലിംസ് എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 50 ഡേയ്സ് ചലഞ്ച് ക്ലാസ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ PSC നടത്തിയ പ്രധാനപ്പെട്ട പ്രിലിമിനറി പരീക്ഷകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്താണ് നമ്മളുടെ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്ലാസ് ആണിത്. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവരും നമ്മുടെ ഈ 50 ഡേയ്സ് ചലഞ്ചിൽ ജോയിൻ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുതുതായി വന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാനും ദയവ് ചെയ്ത് സുഹൃത്തുക്കളും ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഒത്തിരി സുഹൃത്തുക്കൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. PSC ടുഡേ ഒഫീഷ്യൽ എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര്. PSC ടുഡേ ഒഫീഷ്യൽ എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ആര് മാറി? നമ്മുടെ ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ, അവരുടെ പേരാണ് ചേസർ എന്നും ടാർഗറ്റ് എന്നും, ഇവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്ത് വിടുവൽ പൂരിപ്പിക്കുക. അതായത് ഏതാണ് ആ ദൗത്യം എന്നുള്ളതാണ് PSC ചോദിച്ചത്. ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, സ്പാഡെക്സ് ആണ് കേട്ടോ. അഥവാ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ ഷോർട്ട് ഫോമില് സ്പാഡെക്സ് എന്ന് പറയുന്നത്. അപ്പോ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ അവനെ ചേസർ എന്നും ടാർഗറ്റ് എന്നും പറയുന്നു. ഇവ വിജയകരമായി ബഹിരാകാശത്തേക്ക് ഡോക്ക് ചെയ്തിരുന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ ദൗത്യത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്പാഡെക്സ് അഥവാ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ്. നമുക്ക് ആദ്യം നോക്കാം ISROയുടെ 2026 പ്രധാന ദൗത്യങ്ങൾ. ISROയുടെ 2026 പ്രധാന ദൗത്യങ്ങൾ ആദ്യം പഠിക്കുവാനുള്ളത് ISROയുടെ പുതിയ ചെയർമാൻ ആരെന്നാണ്. കാരണം ഇപ്പോ 11ാമത്തെ ചെയർമാനാണ് ISROയുടെ വരുന്നത്. അദ്ദേഹത്തിന്റെ പേര് V നാരായണൻ എന്നാണ്. അദ്ദേഹം തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയാണ് കേട്ടോ, ഓർത്തോളണം. അപ്പോ നമ്മുടെ ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? അത് V നാരായണനാണ്. ഇദ്ദേഹം 11ാമത്തെ ISROയുടെ ചെയർമാനാണ്. വ്യക്തമായിട്ട് പഠിച്ചോളണം. 11ാമത്തെ ISROയുടെ ചെയർമാൻ ആരാ? V നാരായണനാണ്. ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയാണ്. 2026 ISROയുടെ ഏറ്റവും വലിയ മിഷനായിരുന്നു EOS N1 അഥവാ അന്വേഷ. EOS N1 അഥവാ അന്വേഷ 2026 ISROയുടെ ആദ്യത്തെ ഉപഗ്രഹ ദൗത്യം എന്നറിയപ്പെടുന്നത് EOS N1 അന്വേഷയായിരുന്നു. ഈ EOS N1 വിളിക്കുന്ന പേരാണ് കേട്ടോ അന്വേഷ എന്ന്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും PSC ചോദിക്കുന്നത്, ഓർക്കുക. 2026 ISROയുടെ ആദ്യത്തെ ഉപഗ്രഹ ദൗത്യം എന്നറിയപ്പെടുന്നത് EOS N1 അന്വേഷയാണ്. EOS N1 അന്വേഷ ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇമ്പോർട്ടന്റ് ആണ്. EOS N1 അന്വേഷ എന്ന് പറയുന്നത് ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഈ EOS N1 അന്വേഷ വിക്ഷേപിച്ച തീയതി 2026 ജനുവരി 12. EOS N1 അന്വേഷ നമ്മൾ വിക്ഷേപിച്ച തീയതി എന്നാണ്? 2026 ജനുവരി 12 വിക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച വാഹനമാണ് PSLV C-62. ഓർക്കണം, നമ്മുടെ EOS N1 അന്വേഷനെ വിക്ഷേപിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച വാഹനം ഏതാണ്? PSLV C-62 ആണ്. ഈ വിക്ഷേപണത്തിലൂടെ ഇന്ത്യ ബഹിരാകാശത്ത് എത്തിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 16 ആണ്. അപ്പോൾ ഈ EOS N1 അന്വേഷയോടൊപ്പം മറ്റു കുറച്ച് ഉപഗ്രഹങ്ങളോടെ നമ്മൾ എന്ത് ചെയ്ത് വിക്ഷേപിച്ചു? അവയുടെ എണ്ണം എത്രയാണ്? 16 എണ്ണമാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ്, ഈ വിക്ഷേപണം പരാജയപ്പെടുകയാണ് ചെയ്തത്. സെക്കൻഡ് സ്റ്റേജിൽ വെച്ചിട്ട് പരാജയപ്പെട്ടു കേട്ടോ. അപ്പോ നമ്മുടെ EOS N1 അന്വേഷ എന്ന് പറയുന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം വിജയമല്ല, പരാജയമാണ്. ഇങ്ങനെ തന്നെ PSC ചോദിക്കും, പരാജയമായിരുന്നു ഈ വിക്ഷേപണം എന്ന് പറയുന്നത്. എത്ര ഉപഗ്രഹങ്ങളെ സ്പേസിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചത് ISRO? 16 ഉപഗ്രഹങ്ങളെ.
ഇനി നമുക്ക് നോക്കുവാനുള്ളത് ISROയുടെ 2025 പ്രധാന ദൗത്യങ്ങളാണ്. ISROയുടെ 2025 പ്രധാന ദൗത്യങ്ങൾ. ആദ്യമായിട്ട് പഠിക്കേണ്ടതാണ് NVS-2 ദൗത്യം. എന്താണ് NVS-2 ദൗത്യം? ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ 100ാമത്തെ ദൗത്യം എന്നറിയപ്പെടുന്നത് NVS-2 ദൗത്യമാണ്. ഇമ്പോർട്ടന്റ്, PSC ചോദിക്കും. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ 100ാമത്തെ ദൗത്യം എന്നറിയപ്പെടുന്നത് NVS-2 ദൗത്യമാണ്. NVS-2 വിക്ഷേപണം നടന്ന തീയതി 2025 ജനുവരി 29. NVS-2 ദൗത്യം വിക്ഷേപണം നടന്ന തീയതി എന്നാണ് 2025 ജനുവരി 29. വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം GSLV F-15 ആണ്. വിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാഹനം ഏതാണ്? GSLV F-15 എന്നുള്ള വിക്ഷേപണ വാഹനമാണ്. വിക്ഷേപണ തറ എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട, ലോഞ്ച് പാഡ് 2. ഇത്രയും പഠിച്ചോളണേ. അപ്പൊ വിക്ഷേപണ തറ ഏതാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട, ലോഞ്ച് പാഡ് 2 ആണ്. അമേരിക്കയുടെ GPS-ന് പകരമായി ഇന്ത്യ രൂപീകരിക്കുന്ന സംവിധാനമാണ് നാവിക് എന്ന് പറയുന്നത്. അമേരിക്കയുടെ GPS-ന് പകരമായിട്ട് ഇന്ത്യ രൂപീകരിക്കുന്ന സംവിധാനത്തിന്റെ പേരെന്താ? നാവിക് എന്നാണ്. NVS-2 കൃത്രിമോപഗ്രഹം നാവിക് സംവിധാനത്തിന്റെ ഭാഗമാണ്. ഈ NVS-2 എന്ന് പറയുന്ന കൃത്രിമോപഗ്രഹം നാവിക് സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇനി PSC ചോദിച്ചതാണ് നാവിക്കിന്റെ പൂർണ്ണരൂപം എന്തെന്നാണ്. ശ്രദ്ധിക്കുക, നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസലേഷൻ ആണ്. നാവിക്കിന്റെ പൂർണ്ണരൂപം എന്താണ്? നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസലേഷൻ എന്നാണ്. വീണ്ടും പറയുന്നു, നാവിക്കിന്റെ പൂർണ്ണരൂപം എന്താണ്? നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസലേഷൻ എന്നാണ്. അടുത്ത ദൗത്യമാണ് EOS-9 ദൗത്യം. അടുത്ത ദൗത്യത്തിന്റെ പേരെന്താ? EOS-9 ദൗത്യം. 2025 ISROയുടെ പരാജയപ്പെട്ട ദൗത്യമായിരുന്നു PSLV C-61 ഉപയോഗിച്ച് വിക്ഷേപിച്ച EOS-09 ദൗത്യം. 2025 ISROയുടെ പരാജയപ്പെട്ട ദൗത്യമായിരുന്നു PSLV C-61 എന്ന റോക്കറ്റ് കൊണ്ട് വിക്ഷേപിച്ച EOS-9 എന്ന് പറയുന്ന ദൗത്യം. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 101ാമത്തെ വിക്ഷേപണമായിരുന്നു EOS-9 എന്ന് പറയുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 101ാമത്തെ വിക്ഷേപണമായിരുന്നു EOS-9 എന്ന് പറയുന്നത്. PSLVയുടെ ചരിത്രത്തിലെ 3ാമത്തെ പരാജയ ദൗത്യം എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് EOS-9 ദൗത്യമായിരുന്നു. ഓർക്കുക, PSLVയുടെ ചരിത്രത്തിലെ 3ാമത്തെ പരാജയ ദൗത്യമായിരുന്നു ഏത്? EOS-9 ദൗത്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV C-61 ആയിരുന്നു. വിക്ഷേപണ തീയതി 2025 മെയ് 18. വിക്ഷേപണ തീയതി 2025 മെയ് 18. വിക്ഷേപണ വാഹനം PSLV C-61 ആയിരുന്നു. ഇത് PSLVയുടെ 63ാമത്തെ ദൗത്യമായിരുന്നു. അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ഈ EOS-9 എന്ന് പറയുന്ന സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് PSLV C-61 എന്നുള്ള റോക്കറ്റ് ആയിരുന്നു ഉപയോഗിച്ചത്. ഇത് PSLVയുടെ തന്നെ 63ാമത്തെ ദൗത്യവും 3ാമത്തെ പരാജയ ദൗത്യവുമായിരുന്നു. അങ്ങനെ തന്നെ ഓർക്കണം. ദൗത്യം പരാജയപ്പെടുവാൻ കാരണം 3ാം ഘട്ടത്തിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ ഒരു സാങ്കേതിക തകരാറായിരുന്നു കേട്ടോ. ദൗത്യം പരാജയപ്പെടുവാൻ കാരണം എന്തായിരുന്നു? 3ാം ഘട്ടത്തിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ സാങ്കേതിക തകരാറായിരുന്നു. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ക്രയോജനിക് സ്റ്റേജിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 101ാമത്തെ വിക്ഷേപണമായിരുന്നു ഇത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 101ാമത്തെ വിക്ഷേപണമായിരുന്നു ഇത്. അടുത്തതാണ് നിസാർ ദൗത്യം. എന്താണ് നിസാർ ദൗത്യം? ISROയും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും സംയുക്തമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ദൗത്യമാണ് നിസാർ ദൗത്യം. ISROയും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും സംയുക്തമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ദൗത്യം എന്നറിയപ്പെടുന്നത് നിസാർ ആണ്. നിസാറിന്റെ പൂർണ്ണരൂപം നാസ ISRO സിന്തറ്റിക് അപ്പേച്ചർ റഡാർ എന്നാണ്. നിസാറിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ എന്നാണ്. ഇത് വിക്ഷേപിച്ച തീയതി 2025 ജൂലൈ 30. അപ്പോ നിസാർ വിക്ഷേപിച്ച തീയതി 2025 ജൂലൈ 30-നാണ്. നിസാർ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം GSLV F-16 റോക്കറ്റ് ആണ്. നമ്മുടെ നിസാർ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? GSLV F-16 റോക്കറ്റ് ആണ്. വിക്ഷേപണ തറ നമുക്ക് എല്ലാവർക്കും അറിയാം, സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട തന്നെയാണ്. വിക്ഷേപണ തറ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട തന്നെയാണ്. നിസാർ കൃത്രിമോപഗ്രഹത്തിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. അത് PSC ചോദിച്ചിട്ടുണ്ട്. നിസാർ കൃത്രിമോപഗ്രഹത്തിന്റെ പ്രത്യേകതകൾ: ഭൂമിയിൽ ഉണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും നിരീക്ഷിക്കാൻ ശേഷിയുള്ള ഒരു മൈക്രോവേവ് ഇമേജിംഗ് ദൗത്യമാണ് നിസാർ.
ഭൂമിയിൽ ഉണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും നിരീക്ഷിക്കാൻ ശേഷിയുള്ള ഒരു മൈക്രോവേവ് ഇമേജിംഗ് ദൗത്യമാണ് നിസാർ എന്ന് പറയുന്നത്. ഇരട്ട ഫ്രീക്വൻസി റഡാർ സംവിധാനമാണ് നിസാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിസാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇരട്ട ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന റഡാർ സംവിധാനമാണ്. നിസാർ കൃത്രിമോപഗ്രഹത്തിന്റെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ചത് എസ് ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ, ഉപഗ്രഹത്തിന്റെ മെയിൻ ഫ്രെയിം, വിക്ഷേപണ സംവിധാനങ്ങള്, കമാൻഡിംഗ് മുതലായവയായിരുന്നു. അപ്പോൾ നിസാർ കൃത്രിമോപഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തത്? ഒരു എസ് ബാൻഡിന്റെ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ നമ്മൾ നിർമ്മിച്ചു. ഉപഗ്രഹത്തിന്റെ മെയിൻ ഫ്രെയിം നിർമ്മിച്ചത് ഇന്ത്യയാണ്. അതുപോലെ വിക്ഷേപണ സംവിധാനങ്ങൾ ഇന്ത്യയുടേതായിരുന്നു. കമാൻഡിംഗ് സംവിധാനവും ഇന്ത്യയുടേതായിരുന്നു. ഇനി നിസാറിന്റെ ഭാഗമായി നാസ നിർമ്മിച്ചത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ എൽ ബാൻഡ് റഡാർ. എന്താണ് എൽ ബാൻഡ് റഡാർ? 9 മീറ്റർ നീളമുള്ള ബൂം, 9 മീറ്റർ നീളമുള്ള ഒരു ബൂം, 12 മീറ്റർ നീളമുള്ള ആന്റിന, 12 മീറ്റർ നീളമുള്ള ആന്റിന, ഡാറ്റ റെക്കോർഡിംഗ് സംവിധാനവും GPS റിസീവറും, ഡാറ്റ റെക്കോർഡിംഗ് സംവിധാനവും അതുപോലെ GPS റിസീവറും, ഇത്രയുമാണ് നമ്മുടെ നാസ നിർമ്മിച്ചത്. അപ്പോൾ നിസാറിന്റെ ഭാഗമായിട്ട് നാസ നിർമ്മിച്ച ഉപഗ്രഹ ഭാഗങ്ങൾ എന്തൊക്കെയാ? ഒരു എൽ ബാൻഡ് റഡാർ നിർമ്മിച്ചു, 9 മീറ്റർ നീളമുള്ള ഒരു ബൂം നിർമ്മിച്ചു, 12 മീറ്റർ നീളമുള്ള ഒരു ആന്റിന നിർമ്മിച്ചു, ഒരു ഡാറ്റ റെക്കോർഡർ നിർമ്മിച്ചു, GPS റിസീവർ നിർമ്മിച്ചതാരാണ്? നാസയാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് നിസാറിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. +2 ലെവൽ അങ്ങോട്ട് ചോദിക്കും. നിസാറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: ഭൂചലനം, അഗ്നിപർവ്വത സ്ഫോടനം, ഉരുൾപൊട്ടൽ എന്നിവ മൂലം ഭൂമിയിൽ ഉണ്ടാകുന്ന ചെറിയ സ്ഥാനചലനങ്ങൾ കണ്ടെത്താൻ നിസാർ സഹായിക്കുന്നു. ഭൂചലനം, അഗ്നിപർവ്വത സ്ഫോടനം, ഉരുൾപൊട്ടൽ എന്നിവ മൂലം ഭൂമിയിൽ ഉണ്ടാകുന്ന ചെറിയ സ്ഥാനചലനങ്ങളെ കണ്ടെത്താനായിട്ട് ആര് സഹായിക്കും? നിസാർ സഹായിക്കും. അന്റാർട്ടിക്കയിലെയും ഗ്രീൻലാൻഡിലെയും മഞ്ഞുപാളികൾ ഉരുകുന്നത് നിരീക്ഷിക്കാൻ ആര് സഹായിക്കും? നിസാർ സഹായിക്കും. അന്റാർട്ടിക്കയിലെയും ഗ്രീൻലാൻഡിലെയും മഞ്ഞുപാളികൾ ഉരുകുന്നത് നിരീക്ഷിക്കുന്നു ആര്? നിസാർ. കാടുകളിലെ മരങ്ങളുടെ അളവ്, കൃഷിസ്ഥലങ്ങളുടെ മാറ്റങ്ങൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ വിസ്തൃതി അളക്കാൻ സാധിക്കും നിസാർ ഉപയോഗിച്ച്. കാടുകളിലെ മരങ്ങളുടെ അളവ്, കൃഷിസ്ഥലങ്ങളുടെ മാറ്റങ്ങള്, തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ വിസ്തൃതി അളക്കാനും ആര് സഹായിക്കും? നിസാർ സഹായിക്കും. പ്രളയം, സുനാമി തുടങ്ങിയ ദുരന്തങ്ങളെ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു നിസാർ. പ്രളയം, സുനാമി തുടങ്ങിയ ദുരന്തങ്ങളെ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാനും ആര് സഹായിക്കുന്നു? നിസാർ സഹായിക്കുന്നു. അടുത്തതാണ് CMS-03 ദൗത്യം. എന്താണ് CMS-03 ദൗത്യം? ISROയുടെ കരുത്തുറ്റ റോക്കറ്റായ LVM-3യുടെ 5ാമത്തെ ദൗത്യം എന്നറിയപ്പെടുന്നത് CMS-03 ദൗത്യമാണ്. ISROയുടെ കരുത്തുറ്റ റോക്കറ്റായ LVM-3യുടെ 5ാമത്തെ ദൗത്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? CMS-03 ദൗത്യമാണ്. ഇതിന്റെ വിക്ഷേപണ തീയതി 2025 നവംബർ 2. ഇതിന്റെ വിക്ഷേപണ തീയതി 2025 നവംബർ 2 വിക്ഷേപണ വാഹനം നമ്മൾ ഓൾറെഡി പറഞ്ഞു LVM-3 M5 ആണ്. വിക്ഷേപണ വാഹനം LVM-3 M5 ആണ്. CMS-03 എന്നല്ലെങ്കിൽ അവനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് GSAT-7R. CMS-03 അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? GSAT-7R എന്നാണ്. ഇതൊരു വാർത്താവിനിമയ ഉപഗ്രഹമാണ്. ഓർത്തോളണം. CMS-03 അറിയപ്പെടുന്ന മറ്റൊരു പേര് GSAT-7R എന്നാണ്. ഇതൊരു വാർത്താവിനിമയ ഉപഗ്രഹമാണ്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ വാർത്താവിനിമയ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് GSAT-7R അല്ലെങ്കിൽ CMS-03 ആണ്. ഓർത്തോളണം. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ വാർത്താവിനിമയ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CMS-03 അഥവാ GSAT-7R ആണ്. ഇപ്പോഴുപയോഗിക്കുന്ന GSAT-7 അഥവാ രുക്മിണി ഉപഗ്രഹത്തിന് പകരമായിട്ടാണ് നമ്മളിപ്പോ CMS-03 അഥവാ GSAT-7R വിക്ഷേപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. ഓർക്കണം, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന GSAT-7 അഥവാ രുക്മിണി എന്ന് പറയുന്ന ഉപഗ്രഹത്തിന് പകരമായിട്ടാണ് CMS-03 അഥവാ GSAT-7R നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഓർക്കുക, CMS-03 അഥവാ GSAT-7Rന്റെ ഭാരം എന്ന് പറയുന്നത് 4400 കിലോഗ്രാം ആണ്. അപ്പോൾ GSAT-7Rന്റെ ഭാരം എത്രയാ? 4400 കിലോഗ്രാം ആണ്. CMS-03
പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. CMS-03യുടെ പ്രധാന ലക്ഷ്യങ്ങൾ: ഇന്ത്യൻ നാവികസേനയുടെ വാർത്താവിനിമയ ശേഷി വർദ്ധിപ്പിക്കുക. ഇന്ത്യൻ നാവികസേനയുടെ വാർത്താവിനിമയ ശേഷി വർദ്ധിപ്പിക്കുക. സമുദ്രമേഖലയിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക. സമുദ്രമേഖലയിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക. സൈനിക ആശയവിനിമയം സുരക്ഷിതമാക്കുക. സൈനിക ആശയവിനിമയം സുരക്ഷിതമാക്കുക. ഇത്രയുമാണ് CMS-03യുടെ പ്രധാന ദൗത്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ചോദ്യമായിട്ടുള്ള സ്പാഡെക്സിലേക്ക് വരാം. ഏതാണ് സ്പാഡെക്സ്? 2024 അവനെ വിക്ഷേപിക്കുന്നത്. സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയാണ്. സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. 1ാമത്തെ രാജ്യം ചോദിച്ചാൽ USA, 2ാമത്തെ രാജ്യം റഷ്യ, 3ാമത്തെ രാജ്യം ചൈന. ഇത് ഓർത്തു വെച്ചോളണം. സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ രാജ്യം അമേരിക്ക, 2ാമത്തെ രാജ്യം റഷ്യ, 3ാമത്തെ രാജ്യം ചൈന, 4ാമത്തെ രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ബഹിരാകാശത്ത് ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന 2 ഉപഗ്രഹങ്ങളെ പരസ്പരം കൂട്ടിയോജിപ്പിച്ച ISROയുടെ ദൗത്യമാണ് സ്പാഡെക്സ്. ബഹിരാകാശത്ത് ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന 2 ഉപഗ്രഹങ്ങളെ പരസ്പരം കൂട്ടിയോജിപ്പിച്ച ISROയുടെ ദൗത്യമായിരുന്നു സ്പാഡെക്സ്. സ്പാഡെക്സിന്റെ പൂർണ്ണരൂപം സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ്. സ്പാഡെക്സിന്റെ പൂർണ്ണരൂപം സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ്. സ്പാഡെക്സ് ദൗത്യത്തിനായി ISRO ഉപയോഗിച്ച ചെറു കൃത്രിമ ഉപഗ്രഹങ്ങളാണ് SDX-01. അവനെ വിളിക്കുന്ന പേരാണ് ചേസർ എന്ന്. SDX-02 ടാർഗറ്റ്. ഓർക്കണം, സ്പാഡെക്സ് ദൗത്യത്തിനായിട്ട് ISRO ഉപയോഗിച്ച ചെറു കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഒന്ന് SDX-01 ചേസറും XDX-02 ടാർഗറ്റും. ഇത് വിക്ഷേപിച്ച തീയതി 2024 ഡിസംബർ 30. വിക്ഷേപിച്ച തീയതി 2024 ഡിസംബർ 30 ഇതിന് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ സ്പാഡെക്സിന് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം PSLV C-60 ആണ്. നമ്മുടെ സ്പാഡെക്സ് മിഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം PSLV C-16 ആണ്. ഇവിടെ നിന്ന് ഓർക്കേണ്ട പോയിന്റ്, ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ തീയതി 2025 ജനുവരി 16. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സ്പാഡെക്സ് മിഷനിലെ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ തീയതി എന്നാണ് 2025 ജനുവരി 16 ആണ്. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഭുവൻ എന്നാണ് കേട്ടോ. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം അറിയപ്പെടുന്ന പേരെന്താണ്? ഭുവനാണ്. ഈ ജിയോ പ്ലാറ്റ്ഫോം എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിലയൻസിന്റെ ജിയോ പ്ലാറ്റ്ഫോം എന്നല്ല കേട്ടോ, അത് വേറെ സംഗതിയാണ്. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗൂഗിൾ എർത്തിന് സമാനമായി ഇന്ത്യ വികസിപ്പിച്ച ജിയോ സ്പേഷ്യൽ പ്ലാറ്റ്ഫോം ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിന് സമാനമായിട്ട് ഇന്ത്യ വികസിപ്പിച്ച ജിയോ സ്പേഷ്യൽ പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചാൽ അത് ഭുവനാണ്. ഇന്ത്യയുടെ IRS സീരീസ് ഉപഗ്രഹങ്ങൾ നൽകുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭൂമിയുടെ 2D 3D ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഭുവൻ പ്ലാറ്റ്ഫോം. ഇന്ത്യയുടെ IRS സീരീസ് ഉപഗ്രഹങ്ങൾ നൽകുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭൂമിയുടെ 2D 3D ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഭുവൻ പ്ലാറ്റ്ഫോം. ഭുവൻ പ്ലാറ്റ്ഫോമിന്റെ നിയന്ത്രണ ചുമതല നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിക്കാണ്. ഓർക്കണം, ഭുവൻ പ്ലാറ്റ്ഫോമിന്റെ നിയന്ത്രണ ചുമതല ആർക്കാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിക്കാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭുവൻ പ്ലാറ്റ്ഫോമിന്റെ നിയന്ത്രണ ചുമതല ആർക്കാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിനാണ്. ഭുവൻ പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ ആരംഭിച്ച പുതിയ പ്ലാനിംഗ് പോർട്ടലാണ് യുക്തധാര. ഭുവൻ പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ ആരംഭിച്ച പുതിയ പ്ലാനിംഗ് പോർട്ടൽ അറിയപ്പെടുന്ന പേരെന്താണ്? യുക്തധാര എന്നാണ്. ഭുവൻ പ്ലാറ്റ്ഫോമിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. പ്രളയം, ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ് തുടങ്ങിയ സമയങ്ങളിൽ നാശനഷ്ടങ്ങൾ വിലയിരുത്താനും രക്ഷാപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും ഭുവൻ സഹായിക്കുന്നു. പ്രളയം, ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ് തുടങ്ങിയ സമയങ്ങളിൽ നാശനഷ്ടങ്ങൾ വിലയിരുത്താനും രക്ഷാപ്രവർത്തനം ആസൂത്രണം ചെയ്യാനും ഭുവൻ സഹായിക്കുന്നു. വിളകളുടെ ആരോഗ്യം നിരീക്ഷിക്കാനും ഭൂഗർഭജല ലഭ്യത കണ്ടെത്താനും ഇത് ഉപയോഗിക്കുന്നു. വിളകളുടെ ആരോഗ്യം നിരീക്ഷിക്കാനും ഭൂഗർഭ ജലലഭ്യത കണ്ടെത്താനും ഇത് ഉപയോഗിക്കുന്നു. ഗ്രാമീണ വികസന പദ്ധതികൾ, ഉദാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതികൾ പോലുള്ളവ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ സർക്കാർ ഭുവൻ ഉപയോഗിക്കാറുണ്ട്. ഗ്രാമീണ വികസന പദ്ധതികൾ ലൈക്ക് എന്താണ്, തൊഴിലുറപ്പ് പദ്ധതികളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ സർക്കാർ ഭുവൻ ഉപയോഗിക്കാറുണ്ട്.
പുതിയ റോഡുകൾ, പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനായി മാപ്പുകൾ തയ്യാറാക്കാൻ ഭുവൻ സഹായിക്കുന്നു. പുതിയ റോഡുകൾ, പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനായിട്ട് മാപ്പുകൾ നിർമ്മിക്കാനായിട്ടും ആര് സഹായിക്കുന്നുണ്ട്? ഭുവൻ സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് വേദാസ് പോർട്ടൽ. അതിനകത്ത് തന്നെ ഓപ്ഷൻ ഉള്ളതാണ് കേട്ടോ, വേദാസ് പോർട്ടല്. ഭുവൻ പ്ലാറ്റ്ഫോമിന് സമാനമായി ISRO വികസിപ്പിച്ച സുപ്രധാനമായ ജിയോസ്പേഷ്യൽ ഡാറ്റ പോർട്ടലാണ് വേദാസ് പോർട്ടല്. ഭുവൻ പ്ലാറ്റ്ഫോമിന് സമാനമായിട്ട് ISRO വികസിപ്പിച്ച സുപ്രധാനമായ ഒരു ജിയോ സ്പേഷ്യൽ ഡേറ്റ പോർട്ടലാണ് വേദാസ് പോർട്ടൽ. എന്നാൽ പിന്നെ ഇവൻ എന്തായിരിക്കും ഭുവൻ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഭുവൻ പ്ലാറ്റ്ഫോമിൽ നിന്നും വിഭിന്നമായി ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് ഈ വേദാസ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് കൂടുതൽ കാണും കേട്ടോ. അപ്പോൾ ഭുവൻ പ്ലാറ്റ്ഫോമിൽ നിന്നും വിഭിന്നമായിട്ട് ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് വേദാസ് പോർട്ടൽ എന്ന് പറയുന്നത്. വേദാസ് പോർട്ടൽ വികസിപ്പിച്ചത് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ആണ്. വേദാസ് പോർട്ടൽ വികസിപ്പിച്ചത് ആരാണ്? സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ആണ്. ഇനി വേദാസ് പോർട്ടലിന്റെ സേവനങ്ങൾ നമുക്കൊന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം, സമുദ്ര പഠനങ്ങൾ, ഭൗമശാസ്ത്രം എന്നിവയിൽ ഗവേഷണം നടത്തുന്നവർക്ക് ഈ പോർട്ടൽ വലിയൊരു വിവരശേഖരം നൽകുന്നു. കാലാവസ്ഥാ വ്യതിയാനം, സമുദ്ര പഠനങ്ങൾ, ഭൗമശാസ്ത്രം എന്നിവയിൽ ഗവേഷണം നടത്തുന്നവർക്ക് ഈ പോർട്ടൽ വലിയൊരു വിവരശേഖരം നൽകുന്നു. കൃഷി, വനം, ജലസ്രോതസ്സുകൾ എന്നിവയെക്കുറിച്ചുള്ള തത്സമയ ഡേറ്റ ഇവിടെ ലഭ്യമാണ്. കൃഷി, വനം, ജലസ്രോതസ്സുകൾ എന്നിവയെക്കുറിച്ചുള്ള തത്സമയ ഡേറ്റ ഇവിടെ ലഭ്യമാണ്. വിവിധ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഡാറ്റ ഒരേ സമയം വിശകലനം ചെയ്യാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കും. വിവിധ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഡേറ്റ ഒരേ സമയം വിശകലനം ചെയ്യുന്നതിന് ആര് സഹായിക്കും? ഈ പ്ലാറ്റ്ഫോം സഹായിക്കും. അടുത്തതാണ് മൊസ്ഡാക് പോർട്ടൽ. എന്താണ് മൊസ്ഡാക് പോർട്ടൽ? മൊസ്ഡാക് പോർട്ടലിന്റെ പൂർണ്ണ രൂപം മെറ്റീരിയോളജിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് സാറ്റലൈറ്റ് ഡേറ്റ അച്ചീവൽ സെന്റർ എന്നാണ് കേട്ടോ. അപ്പോ ഈ മൊസ്ഡാക്കിന്റെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയോളജിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് സാറ്റലൈറ്റ് ഡേറ്റ അച്ചീവൽ സെന്റർ എന്നാണ്. ഈ മോസ്ഡാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കൽപ്പന 1, ഇൻസാറ്റ് 3D, ഇൻസാറ്റ് 3DR, ഓഷ്യൻ സാറ്റ്. ഓർക്കണം, ഈ മോസ്ഡാക്ക് പോർട്ടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കൽപ്പന 1, ഇൻസാറ്റ് 3D, ഇൻസാറ്റ് 3DR, ഓഷ്യൻ സാറ്റ്. മോസ്ഡാക്കിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ആണ്. മോസ്ഡാക്കിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ആണ്. ഇനി മോസ്ഡാക്കിന്റെ പ്രധാന സേവനങ്ങൾ നമുക്ക് നോക്കാം. മോസ്ഡാക്കിന്റെ പ്രധാന സേവനങ്ങൾ: ഇന്ത്യയുടെയും ചുറ്റുമുള്ള സമുദ്രങ്ങളുടെയും ഉപഗ്രഹ ചിത്രങ്ങൾ ഓരോ 15-30 മിനിറ്റിലും ഇവിടെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. ഇന്ത്യയുടെയും ചുറ്റുമുള്ള സമുദ്രങ്ങളുടെയും ഉപഗ്രഹ ചിത്രങ്ങൾ ഓരോ 15 മുതൽ 30 മിനിറ്റിനിടയിൽ എന്ത് ചെയ്യും? ഇവിടെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. ചുഴലിക്കാറ്റുകളുടെ ഉത്ഭവം, പാത, തീരം തൊടുന്ന സമയം എന്നിവ കൃത്യമായി പ്രവചിക്കാൻ ഈ പോർട്ടൽ സഹായിക്കുന്നു. ചുഴലിക്കാറ്റുകളുടെ ഉത്ഭവം, പാത, തീരം തൊടുന്ന സമയം എന്നിവ കൃത്യമായി പ്രവചിക്കാൻ ഈ പോർട്ടൽ സഹായിക്കുന്നു. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുള്ള മഴയുടെ അളവ് ഉപഗ്രഹ ഡേറ്റ വഴി കണക്കാക്കാൻ കഴിയുന്നു. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ലഭിക്കുന്ന മഴയുടെ സാധ്യത അല്ലെങ്കിൽ മഴയുടെ അളവ് കൃത്യമായിട്ട് ഉപഗ്രഹ ഡേറ്റ വഴി കണക്കാക്കാൻ കഴിയുന്നു. കടലിലെ തിരമാലകളുടെ ഉയരം, കാറ്റിന്റെ വേഗത, സമുദ്രോപരിതലത്തിലെ താപനില എന്നിവ ഇതുപയോഗിച്ച് നിരീക്ഷിക്കാൻ കഴിയുന്നു. കടലിലെ തിരമാലകളുടെ ഉയരം, കാറ്റിന്റെ വേഗത, സമുദ്രോപരിതലത്തിന്റെ താപനില എന്നിവ ഇതുപയോഗിച്ച് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നു. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ISROയുടെ പുതിയ ചെയർമാൻ ആരാ സുഹൃത്തുക്കളെ? ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണനാണ്. ISROയുടെ പുതിയ ചെയർമാനായിട്ട് സ്ഥാനമേറ്റത് ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. ഇദ്ദേഹം ISROയുടെ 11ാമത്തെ ചെയർമാനാണ്. ഓർക്കണം, ISROയുടെ 11ാമത്തെ ചെയർമാൻ ആര്? ഡോക്ടർ വി നാരായണൻ. ഇദ്ദേഹത്തിന്റെ ജന്മദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാട്, കന്യാകുമാരി. ഓർത്തോളം, ചിലപ്പോൾ ചോദിക്കും. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ വി നാരായണൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വി നാരായണനാണ്. അദ്ദേഹം എത്രാമത്തെ ചെയർമാനാ? 11ാമത് ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ ജന്മദേശം നമ്മൾ പറഞ്ഞു എവിടെയാണ്? തമിഴ്നാട്, കന്യാകുമാരിയാണ്. എവിടെയാണ്? കന്യാകുമാരിയാണ്. ISROയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായി ആണ്. 1963 വിക്രം സാരാഭായ് ISROയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത്. അന്ന് ഇതിന്റെ പേര് ISRO എന്നൊന്നും ആയിരുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോ ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് വിക്രം സാരാഭായി. വർഷം 1963. ISROയുടെ രണ്ടാമത്തെ ചെയർമാനും ആദ്യത്തെ മലയാളിയായ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക,
അത് MGK മേനോനാണ്. ISROയുടെ രണ്ടാമത്തെ ചെയർമാനും അതുപോലെ ആദ്യത്തെ മലയാളിയുമാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വ്യക്തിത്വമാണ്. ആരാണത്? MGK മേനോനാണ്. അപ്പോ MGK മേനോൻ ISROയുടെ ചെയർമാനായ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1972 ആണ്. 1972 ആണ്. അപ്പോ ISROയുടെ രണ്ടാമത്തെ ചെയർമാൻ സ്ഥാനം വഹിച്ച ഒരു വ്യക്തി മലയാളിയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? MGK മേനോൻ ആണ്. അതുകൊണ്ട് തന്നെ ISROയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന ആദ്യത്തെ മലയാളി എന്നറിയപ്പെടുന്നത് MGK മേനോനാണ്. വർഷം 1972 ആണ്. ISROയുടെ രണ്ടാമത്തെ ചെയർമാനായ മലയാളി ആരെന്ന് ചോദിച്ചാൽ K കസ്തൂരിരംഗനാണ്. ISROയുടെ ചെയർമാനാകുന്ന രണ്ടാമത്തെ മലയാളി ആരാണ്? K കസ്തൂരിരംഗനാണ്. വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1994 ആണ്. ഓർക്കണം, ISROയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന രണ്ടാമത്തെ മലയാളി ആരാണ്? K കസ്തൂരിരംഗനാണ്. വർഷം 1994 ആണ്. ISROയുടെ ചെയർമാൻ പദവി വഹിക്കുന്ന മൂന്നാമത്തെ മലയാളിയാണ് G മാധവൻ നായർ. ISROയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ച മൂന്നാമത്തെ മലയാളി ആരാണ്? G മാധവൻ നായരാണ്. അദ്ദേഹം 2003 ആ സ്ഥാനം വഹിച്ചത്. ഓർക്കുക, നമ്മുടെ ISROയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന മൂന്നാമത്തെ മലയാളി G മാധവൻ നായർ ഏത് വർഷത്തിലായിരുന്നു? 2003. ISROയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ച നാലാമത്തെ മലയാളിയാണ് ഡോക്ടർ K രാധാകൃഷ്ണൻ. നമ്മുടെ ISROയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന നാലാമത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ K രാധാകൃഷ്ണനാണ്. വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോളണം, അത് 2009 എത്രയിലാണ്? 2009. അപ്പോ ഡോക്ടർ K രാധാകൃഷ്ണൻ ISRO ചെയർമാനായ വർഷം എത്രയാണ്? 2009 ആണ്. അതുപോലെ തന്നെ ISROയുടെ ചെയർമാനാകുന്ന അഞ്ചാമത്തെ വ്യക്തിയാണ് ഡോക്ടർ S സോമനാഥൻ. അദ്ദേഹം 2022 സ്ഥാനമേറ്റത്. ഓർക്കുക, നമ്മുടെ ISROയുടെ ചെയർമാനാകുന്ന അഞ്ചാമത്തെ മലയാളി ആരാണ്? അത് ഡോക്ടർ S സോമനാഥ് ആണ്. 2022 ഇദ്ദേഹം സ്ഥാനമേറ്റത്. മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടിയുണ്ട്. 10ാമത്തെ ISROയുടെ ചെയർമാനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ S സോമനാഥ് ആണ്. 10ാമത് ISROയുടെ ചെയർമാനായ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് S സോമനാഥ് ആണ്. ഓർക്കുക, VSSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ രാജരാജനാണ്. VSSCയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് രാജരാജൻ. VSSCയുടെ ഇപ്പോഴത്തെ ചെയർമാന്റെ പേരെന്താണ്? രാജരാജൻ എന്നാണ്. അപ്പോ പ്രധാനപ്പെട്ട ISROയുടെ തലപ്പത്തിരുന്ന അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനത്തിരുന്ന 5 മലയാളികളുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ 5 മലയാളികൾ ഇരുന്ന സമയത്തും 5 പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് എവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ISROയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 5 മലയാളികൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ISROയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടെന്ന്. അവർ 5 പേര് ഇരുന്ന സമയത്തും 5 പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ISROയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ MGK മേനോന്റെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ISROയുടെ തന്നെ ഫൗണ്ടിങ്ങിനകത്ത് പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അതിലുള്ള ആള് MGK മേനോനാണ്. അതായത് നമ്മൾ പറഞ്ഞു ISRO രൂപീകരിച്ച വ്യക്തി വിക്രം സാരാഭായി ആണ്. എന്നാൽ അത് അക്കാലത്ത് ISRO എന്നല്ലായിരുന്നു അവന്റെ പേര്. എന്നാൽ 1969 ISRO രൂപീകരിക്കുന്നത്. ഈ ISRO രൂപീകരിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഈ MGK മേനോനൊക്കെ വരും. അദ്ദേഹമൊക്കെ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അതിനകത്ത്. എന്നാൽ K കസ്തൂരിരംഗൻ ഇരിക്കുന്ന സമയത്ത് എന്തായിരുന്നു ചോദിച്ചാല് PSLV അതുപോലെ തന്നെ GSLV ഇത് രണ്ടെണ്ണം നമ്മൾ കേൾക്കാത്തവരല്ലോ. നമ്മുടെ പ്രധാനപ്പെട്ട 2 റോക്കറ്റുകളാണ്. ഒന്ന് PSLV മറ്റൊന്ന് GSLV. ഇവയുടെ പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളും അതുപോലെ വിജയങ്ങളും എല്ലാം നടന്നത് K കസ്തൂരിരംഗൻ ഇരുന്ന സമയത്താണ് കേട്ടോ. ഇനി G മാധവൻ നായർ ഇരുന്ന സമയത്താണ് നമ്മുടെ ISROയുടെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത്. അവന്റെ പേരാണ് ചന്ദ്രയാൻ. എല്ലാവർക്കും അറിയാം, ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് നമ്മുടെ ISROയുടെ ചെയർമാൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് G മാധവൻ നായരായിരുന്നു. ചന്ദ്രയാൻ എന്നാ സുഹൃത്തുക്കളെ വിക്ഷേപിച്ചത് ഓർത്ത് നോക്കിയേ, 2008 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ് ചന്ദ്രയാൻ 1 നമ്മൾ വിക്ഷേപിച്ചത്. അപ്പോൾ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് നമ്മുടെ ISROയുടെ ചെയർമാൻ ആയിരുന്ന ഒരു മലയാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താ? G മാധവൻ നായർ എന്നാണ്. ഈ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചെന്ന് ചോദിച്ചാൽ 2008 ഒക്ടോബർ 22-ാം തീയതിയായിരുന്നു. ഇനി K രാധാകൃഷ്ണൻ ISRO ചെയർമാനായിരിക്കുന്ന സമയത്താണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ ISROയുടെ ചരിത്രത്തിൽ ഉണ്ടാകുന്നു. അതാണ് മംഗൾയാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, മംഗൾയാൻ വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ K രാധാകൃഷ്ണൻ ആയിരുന്നു. എന്നാ സുഹൃത്തുക്കളെ മംഗൾയാൻ വിക്ഷേപിച്ചതെന്ന് ഓർത്തു നോക്കിയേ. എന്നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്?
2013 നവംബർ മാസം 5-ാം തീയതിയാണ്. ഇനി എസ് സോമനാഥ് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ISROയില് മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ല് ഉണ്ടാവുന്നു. അതാണ് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 എന്നാ നമ്മൾ വിക്ഷേപിച്ചെന്ന് ഓർത്തു നോക്കിയേ. ചന്ദ്രയാൻ 3 അത് 2023 ജൂലൈ മാസം 14-ാം തീയതി ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എത്രയാ? 2023 ജൂലൈ മാസം 14-ാം തീയതിയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ടതാണ് ആദിത്യ L1. ഏതാണ്? ആദിത്യ L1 എന്ന് പറഞ്ഞൊരു മിഷൻ ഉണ്ടായിരുന്നു. ആദിത്യ L1 എന്നാ നമ്മൾ വിക്ഷേപിച്ചത്? ആദിത്യ L1 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതിയായിരുന്നു കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ 2 മിഷൻസ് ആണിത്. അപ്പോ നമ്മുടെ ഏറ്റവും ഒടുവിലായിട്ട് ISROയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്ന മലയാളിയായിരുന്നു എസ് സോമനാഥ്. അദ്ദേഹം 10ാമത്തെ ISROയുടെ ചെയർമാൻ ആയിട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം സെർവ് ചെയ്യുന്ന സമയത്താണ് പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ ISROയിൽ അരങ്ങേറുന്നു. ഒന്നെന്താണ്? ചന്ദ്രയാൻ 3 നമ്മൾ വളരെ വിജയകരമായി തന്നെ വിക്ഷേപിക്കുന്നു. അത് വിക്ഷേപിച്ച തീയതി 2023 ജൂലൈ മാസം 14-ാം തീയതി ആയിരുന്നു. അതിനുശേഷം നമ്മൾ വിക്ഷേപിച്ചതാണ് സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദിത്യ L1 എന്നുള്ള മിഷൻ. അത് 2023 സെപ്റ്റംബർ 2-ന് നമ്മൾ വിക്ഷേപിക്കുന്നു. ഈ 2 മിഷൻസും എന്തായിരുന്നു? സക്സസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ഓർത്തോളാം, ഇവ രണ്ടും സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ ഇത്രയും പോയിന്റും കൂടെ അതിന്റെ കൂടെ ഒന്ന് ഓർത്തു. ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴയാണ്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാ? നമുക്ക് എല്ലാവർക്കും അറിയാം, APJ അബ്ദുൽ കലാം സാറിനെയാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. അഗ്നി, പൃഥ്വി മിസൈലുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് APJ അബ്ദുൽ കലാം. അഗ്നി, പൃഥ്വി മിസൈലുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ചാന്ദിപ്പൂർ ആണ്. അവിടുത്തെ വീലർ ദ്വീപുകളാണ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോളണം, ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം ചോദിച്ചാൽ അത് ചാന്ദിപ്പൂർ ആണ്. അവിടുത്തെ വീലർ ദ്വീപുകളിൽ വെച്ചാണ് നമ്മുടെ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങളെല്ലാം നടക്കുന്നത്. ഇനി ചാന്ദിപ്പൂർ അല്ലെങ്കിൽ വീലർ ദ്വീപ് എവിടെയാ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓർക്കുക, അത് ഒഡീഷയിലാണ്. ഓർത്തോളണം, ചാന്ദിപ്പൂർ അല്ലെങ്കിൽ വീലർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ്. ഇന്ത്യയിൽ ആദ്യമായി മിസൈൽ സംവിധാനം ഉപയോഗിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ടിപ്പു സുൽത്താൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മിസൈൽ സംവിധാനം ഉപയോഗിച്ച ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ അത് ടിപ്പു സുൽത്താൻ ആണ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ടെസി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ടെസി തോമസ് ആണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പുതിയ മിസൈലുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച മിസൈലുകൾ. ആദ്യത്തേതാണ് പ്രളയ് മിസൈൽ. എന്താണ് പ്രളയ് മിസൈൽ? 150 മുതൽ 500 കിലോമീറ്റർ വരെ ദൂരെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഹ്രസ്വദൂര തദ്ദേശീയ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ് മിസൈൽ എന്ന് പറയുന്നത്. പ്രളയ് മിസൈൽ എന്ന് പറയുന്നത് 150 മുതൽ 500 കിലോമീറ്റർ വരെ ദൂരെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഹ്രസ്വദൂര തദ്ദേശീയ ബാലിസ്റ്റിക് മിസൈലാണ്. അടുത്തതാണ് അസ്ത്ര മാർക്ക് 1. ഏതാണ്? അസ്ത്ര മാർക്ക് 1. തേജസ് യുദ്ധവിമാനത്തിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ച് സേനയുടെ ഭാഗമാക്കി മാറ്റിയ മിസൈലാണ് അസ്ത്ര മാർക്ക് 1. തേജസ് യുദ്ധവിമാനങ്ങളിൽ നിന്നും വിജയകരമായി തൊടുത്തുവിടുവാൻ കഴിയുന്ന സേനയുടെ ഭാഗമാക്കി മാറ്റിയ ഏറ്റവും പുതിയ നമ്മുടെ മിസൈൽ സംവിധാനമാണ് എന്ത്? അസ്ത്ര മാർക്ക് 1 എന്ന് പറയുന്നത്. അഗ്നി പ്രൈം 2000 കിലോമീറ്റർ വരെ പ്രകരപരിധിയുള്ള ഈ പുതിയ തലമുറ മിസൈലുകളാണ് അഗ്നി പ്രൈം എന്ന് പറയുന്നത്. അപ്പൊ അഗ്നി പ്രൈം മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 കിലോമീറ്റർ വരെ പ്രഹരപരിധിയുള്ള പുതുതലമുറ മിസൈലുകളാണ് അഗ്നി പ്രൈം എന്ന് പറയുന്നത്. അടുത്തതാണ് ധ്വനി ഹൈപ്പർസോണിക് മിസൈൽ. ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇന്ത്യയുടെ പുതിയ ഹൈപ്പർസോണിക് മിസൈലാണ് ധ്വനി എന്ന് പറയുന്നത്. പേര് മറക്കരുത്. ധ്വനി മിസൈലിന്റെ പ്രത്യേകത എന്താണ്? ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇന്ത്യയുടെ പുത്തൻ ഹൈപ്പർസോണിക് മിസൈലാണ് ഏത്? ധ്വനി എന്ന് പറയുന്നത്. അടുത്തതാണ് രുദ്രം 2. എന്താണ് രുദ്രം 2? സുഖോയ് 30 വിമാനത്തിൽ നിന്നും തൊടുക്കുവാൻ കഴിയുന്ന തദ്ദേശീയമായിട്ട്, അതായത് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ആന്റി റേഡിയേഷൻ എയർ ടു സർഫസ് മിസൈലാണ് ഏത്? രുദ്രം 2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സുഖോയ് 30 യുദ്ധവിമാനത്തിൽ നിന്നും തൊടുത്തുവിടുവാൻ കഴിയുന്ന തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ച ആന്റി റേഡിയേഷൻ എയർ ടു സർഫസ് മിസൈൽ എന്ന് ചോദിച്ചാൽ അത് രുദ്രം 2 ആണ്.
അടുത്തതാണ് ULPGM-B3. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോളണം ഈ പേര്, ULPGM-B3. ഇവന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഡ്രോണുകളിൽ നിന്നും യുദ്ധവിമാനങ്ങളിൽ നിന്നും ഒരേ സമയം വായുവിൽ നിന്നും വായുവിലേക്ക് ഭൂമിയിലേക്കും തൊടുക്കുവാൻ സാധിക്കുന്ന അത്യാധുനിക പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ ആണ് ഏത് ULPGM-B3 എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ULPGM-B3 എന്ന് പറയുന്ന മിസൈലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവനെ ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് വിക്ഷേപിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് യുദ്ധവിമാനങ്ങളിൽ നിന്ന് നമുക്ക് ഇവനെ തൊടുത്തു വിടുവാൻ കഴിയുന്ന പ്രത്യേകതരം മിസൈലാണിത്. ഇത് വായുവിൽ നിന്നും വായുവിലേക്ക്, അതായത് എയർ ടു എയർ സ്ട്രൈക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എയർ ടു സർഫസ് സ്ട്രൈക്ക്, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇവൻ പ്രിസിഷൻ ഗൈഡഡ് മിസൈലാണ്, അതായത് കൃത്യമായിട്ട് എവിടെ വേണോ അവിടെ ചെന്ന് പതിക്കുവാൻ കഴിയുന്ന പ്രത്യേകതരം മിസൈലാണ്. അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഡ്രോണുകളിൽ നിന്നും അതുപോലെ യുദ്ധവിമാനങ്ങളിൽ നിന്നും ഒരുപോലെ നമുക്ക് വിക്ഷേപിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് തൊടുത്തു വിടുവാൻ കഴിയും. ആരെ? ഈ ULPGM-B3 എന്ന് പറയുന്ന ഏറ്റവും പുതിയ മിസൈലിനെ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ISROയുടെ നാഴികക്കല്ലുകളാണ്. മൈൽ സ്റ്റോൺ ഓഫ് ISRO ഇൻ 2023 to 2024. 2023 മുതൽ 2024 ഉണ്ടായിരുന്ന ISROയുടെ നാഴികക്കല്ലുകളായിട്ടുള്ള പ്രധാനപ്പെട്ട മിഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയണ്ടെന്ന് നോക്കാം. 2023 ഫെബ്രുവരി മാസം 10-ാം തീയതി 2023 പ്രധാനപ്പെട്ട മിഷൻസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. 2023 ഫെബ്രുവരി മാസം 10-ാം തീയതി സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ അഥവാ SSLVയുടെ 2ാം പതിപ്പ് വിജയകരമായി വിക്ഷേപിച്ചു. 2023 ഫെബ്രുവരി 10-ന് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SSLV 2ാം പതിപ്പ് വിജയകരമായി വിക്ഷേപിച്ചു. വിജയകരമായി വിക്ഷേപിക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പേലോഡ് അഥവാ കൃത്രിമോപഗ്രഹം വേണ്ടേ? അങ്ങനെ 2 പ്രധാനപ്പെട്ട കൃത്രിമോപഗ്രഹമായിരുന്നു ഈ SSLV റോക്കറ്റ് വഹിച്ചത്. അത് ഏതൊക്കെയാണ്? ഒന്ന് ജാനസ് 1-ഉം അതുപോലെ മറ്റൊന്ന് ആസാദി സാറ്റ് 2-ഉമാണ്. ഇങ്ങനെ 2 ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്തു? ഭ്രമണപഥത്തിൽ എത്തിച്ചു. ആര്? SSLVയുടെ 2ാം പതിപ്പ്. ഇതിൽ ആസാദി സാറ്റ് 2 എന്ന് പറയുന്നത് ഇന്ത്യയിലുടനീളമുള്ള ഏകദേശം 750ഓളം പെൺകുട്ടികളുടെ സംയുക്ത പരിശ്രമ ഫലമായി നിർമ്മിച്ച കൃത്രിമോപഗ്രഹമായിരുന്നു. ഇത് അന്നത്തെ PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുമുണ്ട്. ആസാദി സാറ്റ് 2 ഇന്ത്യയിലുടനീളമുള്ള ഏകദേശം 750 പെൺകുട്ടികളുടെ സംയുക്ത പരിശ്രമ ഫലമായിട്ട് നിർമ്മിച്ച കൃത്രിമോപഗ്രഹമായിരുന്നു. അപ്പോൾ 2023 ഫെബ്രുവരി 10-ന് ISROയുടെ പ്രത്യേകത എന്താ? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SSLV 2ാം പതിപ്പ് വിജയകരമായി വിക്ഷേപിച്ചു. അപ്പൊ അതിനകത്ത് ഘടിപ്പിച്ചു വെച്ചിരുന്ന പേലോഡുകൾ ഏതൊക്കെയാ? ഒന്ന് ജാനസ് 1-ഉം അതുപോലെ ആസാദി സാറ്റ് 2-ഉമായിരുന്നു. ഇതിൽ ആസാദി സാറ്റ് 2-ന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലുടനീളമുള്ള 750 പെൺകുട്ടികളുടെ സംയുക്ത പരിശ്രമ ഫലമായി നിർമ്മിച്ച കൃത്രിമോപഗ്രഹമായിരുന്നു ആസാദി സാറ്റ് 2 എന്നുള്ളത്. ഇനി 2023 മാർച്ച് 26-ന്റെ പ്രത്യേകത LVM-3 M3 OneWeb India 2 ദൗത്യം. ഇവിടെ നമുക്ക് OneWeb India 2 ദൗത്യം എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. 2023 മാർച്ച് 26-നാണ് OneWeb India 2 ദൗത്യം നടന്നത്. LVM-3 റോക്കറ്റിന്റെ തുടർച്ചയായ 6ാമത്തെ വിജയകരമായ പറക്കലിലൂടെ OneWeb ഗ്രൂപ്പിന്റെ 36 ഉപഗ്രഹങ്ങളെ വിജയകരമായിട്ട് ഭ്രമണപഥത്തിലെത്തിക്കാൻ ISRO കഴിഞ്ഞു. വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? 2023 മാർച്ച് 26-ന്റെ പ്രത്യേകത എന്താ? OneWeb India 2 ദൗത്യം വിജയകരമായി നമ്മുടെ ISRO ചെയ്തു. LVM-3 റോക്കറ്റിന്റെ തുടർച്ചയായ 6ാം വിജയകരമായ പറക്കലിലൂടെ OneWeb ഗ്രൂപ്പിൻ കമ്പനിയുടെ 36 ഉപഗ്രഹങ്ങളെ വിജയകരമായിട്ട് ഭ്രമണപഥത്തിലെത്തിക്കാൻ ISROയ്ക്ക് സാധിച്ചു. 2023 ഏപ്രിൽ 2-ന്റെ പ്രത്യേകത എന്താ? റീയൂസിബിൾ ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണമസ് ലാൻഡിംഗ് മിഷൻ അഥവാ RLV ലെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് നടന്നത് എന്നാണ്? 2023 ഏപ്രിൽ 2-നാണ്. ബഹിരാകാശത്ത് നിന്നും തിരിച്ചിറങ്ങുന്ന ഒരു വിമാനം പോലെ പ്രവർത്തിക്കുന്ന RLVയുടെ വിജയകരമായ ഓട്ടോണമസ് ലാൻഡിംഗ് 2023 ഏപ്രിലിൽ ISRO പൂർത്തിയാക്കി. വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. 2023 ഏപ്രിൽ 2-ന്റെ പ്രത്യേകത എന്താ? റീയൂസിബിൾ ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണമസ് ലാൻഡിംഗ് മിഷൻ അഥവാ RLV ലെക്സ് എന്ന് പറയുന്ന മിഷൻ നടന്നു. ഇതിന്റെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ബഹിരാകാശത്ത് നിന്നും തിരിച്ചിറങ്ങുന്ന ഒരു വിമാനം പോലെ പ്രവർത്തിക്കുന്ന RLVയുടെ വിജയകരമായ ഓട്ടോണമസ് ലാൻഡിങ് 2023 ഏപ്രിൽ 2-ന് ISRO വിജയകരമായിട്ട് പൂർത്തിയാക്കി. നമ്മുടെ ഗഗൻയാൻ വരുന്നില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളാണ് കേട്ടോ ഇതൊക്കെ. 2023 ഏപ്രിൽ 19
PSLV C-55 റോക്കറ്റ് ഉപയോഗിച്ച് TEL-EOS-2 ദൗത്യം നടത്തി. TEL-EOS-2 ദൗത്യം നടത്തി. ഏതുപയോഗിച്ച? PSLV C-55 റോക്കറ്റ് വെച്ചിട്ട്. PSLV C-55 ഉപയോഗിച്ച് സിംഗപ്പൂരിന്റെ TEL-EOS അല്ലെങ്കിൽ TEL-EOS-2 അതുപോലെ തന്നെ ലുമിലൈറ്റ് 4 എന്നീ ഉപഗ്രഹങ്ങളെ വിജയകരമായി വിക്ഷേപിച്ചു. ഇവിടെ നിന്ന് PSC ചോദിക്കുന്നത് 2023 ഏപ്രിൽ 19 PSLV C-55 റോക്കറ്റ് ഉപയോഗിച്ച് ഏതു രാജ്യത്തിന്റെ സാറ്റലൈറ്റിനെയാണ് ISRO സ്പേസിൽ എത്തിച്ചതെന്ന് ചോദിക്കും. ഉത്തരം ഏതാ? സിംഗപ്പൂരിന്റെയാണ്. ഓർക്കുക, സിംഗപ്പൂരിന്റെ സാറ്റലൈറ്റുകൾ ഏതൊക്കെയാ? ഒന്ന് TEL-EOS-2 അതുപോലെ ലുമിലൈറ്റ് 4 ഓർക്കുക. 2023 മെയ് 29 അടുത്ത ഡേറ്റ് ഏതാ? 2023 മെയ് 29 NVS-01 ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു. NVS-01 ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു. നാവിഗേഷൻ നടത്തുന്നതിനായി വിഭാവനം ചെയ്ത രണ്ടാം തലമുറ ഉപഗ്രഹങ്ങൾ ആദ്യത്തേതാണ് NVS-01 എന്ന് പറയുന്നത്. നാവിഗേഷൻ നടത്തുന്നതിനായിട്ട് വിഭാവനം ചെയ്ത രണ്ടാം തലമുറ ഉപഗ്രഹങ്ങളിൽ ആദ്യത്തേത് എന്ന് ചോദിച്ചാൽ അത് NVS-01 ആണ്. വിക്ഷേപണ വാഹനം ഏതാ? GSLV F-12 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ NVS-01 ദൗത്യം വിജയകരമായിട്ട് എത്തിച്ച റോക്കറ്റിന്റെ പേരെന്താ? GSLV F-12 ആണ്. ഓർക്കുക. 2023 ജൂലൈ 14 ISROയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചു. വിക്ഷേപണ വാഹനം LVM-3 M4 ആണ്. ഓർക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. 2023 ജൂലൈ 14 PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർഷമാണ് അല്ലെങ്കിൽ ഒരു ഡേറ്റ് ആണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ISROയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരുന്ന ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 അത് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം ഏതാ? LVM-3 M4 ആണ്. 2023 ജൂലൈ 30 സിംഗപ്പൂർ വികസിപ്പിച്ച DSSAR കൃത്രിമോപഗ്രഹം PSLV C-56 വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് വിജയകരമായി ബഹിരാകാശത്തെത്തിച്ചു. 2023 ജൂലൈ 30 പ്രത്യേകത എന്താ? സിംഗപ്പൂർ വികസിപ്പിച്ച DSSAR എന്ന് പറയുന്ന കൃത്രിമോപഗ്രഹം PSLV C-56 ഉപയോഗിച്ച് എവിടെ എത്തിച്ചു? ബഹിരാകാശത്ത് എത്തിച്ചു. 2023 ആഗസ്റ്റ് 23 വീണ്ടും വന്നിരിക്കുന്നു പ്രധാനപ്പെട്ട പോയിന്റ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ശിവശക്തി പോയിന്റിൽ ചന്ദ്രയാൻ 3 വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ശിവശക്തി പോയിന്റിൽ ചന്ദ്രയാൻ 3 വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ കൃത്രിമോപഗ്രഹം സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ കൃത്രിമോപഗ്രഹം സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി. I reached my destination and you too എന്നതായിരുന്നു സോഫ്റ്റ് ലാൻഡ് ചെയ്ത ശേഷം ചന്ദ്രയാനിൽ നിന്നും ആദ്യമായി വന്ന സന്ദേശം. ഇത് ചോദിക്കും. I reached my destination and you too എന്നതായിരുന്നു സോഫ്റ്റ് ലാൻഡിന് ശേഷം ചന്ദ്രയാൻ 3 നിന്നും ആദ്യമായി വന്ന സന്ദേശം. ഇതുകൂടെ ഒന്ന് ഓർക്കുക. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. 2023 സെപ്റ്റംബർ 2 പ്രത്യേകത എന്താ? ആദിത്യ L1 ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം എന്ന് ചോദിച്ചാൽ അത് ആദിത്യ L1 ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV C-57 റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV C-57 റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. 2023 ഒക്ടോബർ 21 ഗഗൻയാൻ പദ്ധതി ആരംഭിക്കുന്നത്. 2023 ഒക്ടോബർ 21 പ്രത്യേകത എന്താ? ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ അതിന്റെ പദ്ധതി ആരംഭിച്ചു. ഇന്ത്യയുടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള അഭിമാനകരമായ പദ്ധതിയാണ് ഗഗൻയാൻ അല്ലേ? ഇന്ത്യയുടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന അഭിമാനകരമായ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഗഗൻയാൻ ആണ്. ഗഗൻയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനമാണ് ഹ്യൂമൻ റേറ്റഡ് LVM-3 മുമ്പ് GSLV Mark 3 എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന റോക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചാൽ ഹ്യൂമൻ റേറ്റഡ് LVM-3 അഥവാ മുമ്പ് അവൻ അറിയപ്പെട്ട പേരെന്താ? GSLV Mark 3 എന്നാണ്. ഈ റോക്കറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ മനുഷ്യരെ എവിടെ എത്തിക്കാൻ പോകുന്നത്? നമ്മുടെ ഇന്ത്യക്കാരെ സ്പേസിൽ എത്തിക്കാൻ പോകുന്നത്. 4 ഇന്ത്യൻ വ്യോമസേന പൈലറ്റുമാരാണ് ഗഗൻയാൻ ദൗത്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 4 ഇന്ത്യൻ വ്യോമസേന പൈലറ്റുമാരാണ് ഗഗൻയാൻ ദൗത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും അഭിമാനകരം എന്താ?
ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന മലയാളി വ്യക്തിത്വം എന്തിലുണ്ട്? നമ്മുടെ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം എന്തിലുണ്ട്? നമ്മുടെ ഗഗൻയാൻ പദ്ധതിയിൽ ഒരാളുണ്ട്. മറ്റു 3 വ്യക്തിത്വങ്ങളുടെ പേരോട് ഓർത്തു വെച്ചിരിക്കണം. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല. ഇത്രയും വ്യക്തികളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഗഗൻയാൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്പേസിലോട്ട് പോവാനായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഇന്ത്യക്കാർ കേട്ടോ. ആരൊക്കെയാണത്? ഒന്ന് നമ്മുടെ സ്വന്തം മലയാളിയായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, രണ്ടാമത്തെ വ്യക്തിത്വമാര അജിത് കൃഷ്ണൻ, മൂന്നാമത്തെ വ്യക്തിത്വമാര അങ്കത് പ്രതാപ്, നാലാമത്തെ വ്യക്തിത്വമാര വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് 2024 ISROയുടെ നാഴികക്കല്ലുകളാണ്. 2024 ISROയുടെ നാഴികക്കല്ലുകൾ. 2024 ജനുവരി 1 തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മിഷൻ നമ്മുടെ ISRO ചെയ്തിരുന്നു. ഏതാണത്? അതാണ് എക്സ്പോസാറ്റ്. ഏതാണ്? എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് കൃത്രിമോപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചത് 2024 ജനുവരി മാസം 1-ാം തീയതിയായിരുന്നു. എക്സ്പോസാറ്റിന്റെ പൂർണ്ണരൂപം എക്സ്റേ പൊളാരിറ്റി മീറ്റർ സാറ്റലൈറ്റ്. ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളണേ. എക്സ്പോസാറ്റിന്റെ പൂർണ്ണരൂപം എന്താ? എക്സ്റേ പൊളാരിറ്റി മീറ്റർ സാറ്റലൈറ്റ് എന്നാണ്. എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു എക്സ്പോസാറ്റിന്റെ പ്രധാന ലക്ഷ്യം. എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു എക്സ്പോസാറ്റിന്റെ പ്രധാന ലക്ഷ്യം. ഇനി നമ്മുടെ PSC ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസാറുകൾ, സൂപ്പർനോവ അവശിഷ്ടങ്ങൾ, സജീവ ഗാലക്സി ന്യൂക്ലിയസുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതാണ് എക്സ്പോസാറ്റിന്റെ ലക്ഷ്യം. ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ കേട്ടോ. ഇതാണ് PSC ചോദിച്ചത്. എന്തിനെ പറ്റിയൊക്കെ പഠിക്കാനാണ് എക്സ്പോസാറ്റ് പോയത്? തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകളെ പറ്റി, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ അഥവാ ന്യൂട്രോൺ സ്റ്റാറുകളെ പറ്റി, പൾസാറുകളെ പറ്റി, സൂപ്പർനോവ അവശിഷ്ടങ്ങൾ അഥവാ സൂപ്പർനോവ റെമിനൻസിനെ പറ്റിയിട്ട്, അതുപോലെ സജീവ ഗാലക്സി ന്യൂക്ലിയസുകളെ പറ്റിയിട്ട് പഠിക്കുന്നതിനാണ് ആര് പോയത്? എക്സ്പോസാറ്റ് നമ്മൾ വിക്ഷേപിച്ചത്. നമ്മുടെ എക്സ്പോസാറ്റ് വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം PSLV C-58 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ അഭിമാനകരമായൊരു റോക്കറ്റ് ആണ് PSLV സീരീസ് എന്ന് പറയുന്നത്. ആ PSLV സീരീസിലെ C-58 ആണ് എന്തിനു ഉപയോഗിച്ചത്? എക്സ്പോസാറ്റ് വിക്ഷേപിക്കാനായിട്ട് ഉപയോഗിച്ചത്. വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആയിരിക്കും. നമുക്കറിയാം വിക്ഷേപിച്ചത് എവിടെ നിന്നാ? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുമാണ്. PSLVയുടെ 60ാമത്തെ വിജയകരമായ ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ് വിക്ഷേപണം. ഇത് ചോദിച്ചാൽ നിങ്ങൾ കുടുങ്ങും, അതുകൊണ്ട് ഓർത്ത് വെച്ചോളാം. PSLVയുടെ 60ാമത്തെ വിജയകരമായ ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ് വിക്ഷേപണം എന്നുള്ളത്. അതുകൂടെ ഒന്ന് ഓർക്കുക. 2024 ഫെബ്രുവരി 17 ഇൻസാറ്റ് 3DS വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. 2024 ഫെബ്രുവരി 17 പ്രത്യേകത എന്താ? ഇൻസാറ്റ് 3DS വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഇൻസാറ്റ് 3DS അത്യാധുനിക കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്. PSCക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഈ കാലാവസ്ഥ ഉപഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ് ആര്? ഇൻസാറ്റ് 3DS എന്നുള്ളത് ഓർക്കുക. വിക്ഷേപണ വാഹനം ഏതാണ്? GSLV F-14 ആണ് കേട്ടോ. GSLV F-14 ആണ് എന്തിനു ഉപയോഗിച്ചത്? നമ്മുടെ ഇൻസാറ്റ് 3DS വിക്ഷേപിക്കാൻ ഉപയോഗിച്ചത്. ഇൻസാറ്റ് 3DSന്റെ പ്രത്യേകത എന്താ? ഇതൊരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്. 2024 മാർച്ച് 22 RLV ലെക്സിന്റെ 2ാം പരീക്ഷണം വിജയകരമായി. RLV എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റീയൂസിബിൾ ലോഞ്ചിങ് വെഹിക്കിൾ ആണെന്നുള്ളത്. RLVയുടെ മറ്റൊരു പേരെന്താണ്? പുഷ്പക് എന്നാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. RLV അഥവാ റീയൂസിബിൾ ലോഞ്ചിങ് വെഹിക്കിളിന്റെ മറ്റൊരു പേരെന്താ? പുഷ്പക് എന്നാണ്. അടുത്തതാണ് 2024 ജൂൺ 23. 2024 ജൂൺ 23 RLV ലെക്സിന്റെ 3ാം പരീക്ഷണം വിജയകരമായി. RLV ലെക്സിന്റെ 3ാം പരീക്ഷണം വിജയകരമായി. RLVയുടെ പൂർണ്ണരൂപം എന്താ? വീണ്ടും പറയുന്നു റീയൂസിബിൾ ലോഞ്ചിങ് വെഹിക്കിൾ എന്നാണ്. RLVയുടെ മറ്റൊരു പേരെന്താണ്? പുഷ്പക് എന്നാണ്. ഓർക്കുക. 2024 ജൂലൈ 22 വീണ്ടും ഇമ്പോർട്ടന്റ് ആണ്. 2024 ജൂലൈ 22 എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ പറക്കൽ പരീക്ഷണം നടന്നു. എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ പറക്കൽ പരീക്ഷണം നടന്നു. വിക്ഷേപണ വാഹനം RH-560 സൗണ്ടിങ് റോക്കറ്റ്. വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചാൽ RH-560 സൗണ്ടിങ് റോക്കറ്റ്. ISROയുടെ സൗണ്ടിങ് റോക്കറ്റുകളുടെ കുടുംബത്തിൽ ഏറ്റവും ഭാരമേറിയ സൗണ്ടിങ് റോക്കറ്റ് എന്നറിയപ്പെടുന്നത് RH-560 ആണ്. അതിനകത്താണ് നമ്മൾ എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ റോക്കറ്റിനെ പറക്കൽ നടത്തി. ആ പരീക്ഷണം വിജയമായിരുന്നു. അതെന്നായിരുന്നു? 2024 ജൂലൈ 22 2024 ഓഗസ്റ്റ് 16. 2024 ഓഗസ്റ്റ് 16
SSLV D3യുടെ മൂന്നാം ഘട്ടം വിജയകരമായി പരീക്ഷിച്ചു. SSLV D3യുടെ മൂന്നാം ഘട്ടം വിജയകരമായി പരീക്ഷിച്ചു. SSLV എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. SSLV D3ക്കകത്ത് EOS 8നെ കൃത്യമായിട്ട് ഭ്രമണപഥത്തിലെത്തിച്ചു. EOS അഥവാ എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് നോട്ട് 8നെ എന്ത് ചെയ്തു? കൃത്യമായിട്ട് ആരെത്തിച്ചു? SSLV D3 സ്പേസിലെത്തിച്ചു. അതുകൂടെ ഒന്ന് ഓർക്കുക. 2024 നവംബർ 19 GSAT N2. ഏതാണ്? GSAT N2 വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 ആണ്. ശ്രദ്ധിച്ചോളണം, തെറ്റരുത്. വിക്ഷേപണ വാഹനം ആരാ? ഫാൽക്കൺ 9 ആണ്. വിക്ഷേപണത്തറ അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കേപ്പ് കനാവർ ആണ് കേട്ടോ. വിക്ഷേപണത്തറ ഏതാണ്? അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കേപ്പ് കനാവറിൽ നിന്നാണ് GSAT N2 നമ്മൾ വിക്ഷേപിച്ചത്. GSAT N2ന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ ഒരു പുതിയ വിദൂര സംവേദന ഉപഗ്രഹമാണ് GSAT N2. ഓർക്കണേ, GSAT N2 എന്ന് പറയുന്ന ഇന്ത്യയുടെ വിദൂര സംവേദന ഉപഗ്രഹമാണ്. ഇത് വിക്ഷേപിച്ചത് ആരാ? ഫാൽക്കൺ 9 ആണ്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കേപ്പ് കനാവറിൽ നിന്നാണ്. ഓർക്കുക. 2024 ഡിസംബർ 5 പ്രോബ 3 ദൗത്യം വിജയം കൈവരിച്ചു. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പ്രോബ 3. 2024 ഡിസംബർ 5 പ്രത്യേകം എന്താ? പ്രോബ 3 ദൗത്യം വിജയം കൈവരിച്ചു. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഒരു ഇൻ ഓർബിറ്റ് ഡെമോൺസ്ട്രേഷൻ അഥവാ IOD ദൗത്യമായിരുന്നു പ്രോബ 3 എന്ന് പറയുന്നത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഒരു ഇൻ ഓർബിറ്റ് ഡെമോൺസ്ട്രേഷൻ അഥവാ IOD ദൗത്യമായിരുന്നു പ്രോബ 3 എന്ന് പറയുന്നത്. പ്രോബ 3 വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം PSLV C-59 ആണ്. പ്രോബ 3 വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം ഏതാ? PSLV C-59 ആണ്. 2024 ഡിസംബർ 30. ഇനി ഇത് ഇമ്പോർട്ടന്റ് ഡേറ്റ് ആയിട്ട് മാറും, പഠിച്ചോളണം. 2024 ഡിസംബർ 30 പ്രത്യേകത എന്താ? സ്പാഡെക്സ് മിഷൻ. ഏതാണ്? സ്പാഡെക്സ് മിഷൻ 2 ചെറിയ ബഹിരാകാശ പേടകങ്ങൾ ഉപയോഗിച്ച് ഇൻ സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കുന്നതിന് വേണ്ടി നടത്തിയ പരീക്ഷണമാണ് സ്പാഡെക്സ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒന്നുമില്ല, സ്പേസിൽ ചെന്നതിന് ശേഷം 2 കൃത്രിമ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ബഹിരാകാശ പേടകങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പദ്ധതിയാണ് സ്പാഡെക്സ് മിഷൻ എന്ന് പറയുന്നത്. ഈ സ്പാഡെക്സ് മിഷന്റെ ആദ്യത്തെ പതിപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ആരംഭിച്ചതെന്ന 2024 ഡിസംബർ 30 വിക്ഷേപണ വാഹനം ചോദിച്ചാൽ PSLV C-16 ആണ് കേട്ടോ. PSLV C-16 അഥവാ 60 സ്പാഡെക്സ് മിഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർക്കുക. സ്പാഡെക്സ് മിഷൻ ആരംഭിച്ചതെന്ന 2024 ഡിസംബർ 30 സുഹൃത്തുക്കളെ, അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ PSCയുടെ മെയിൻ ടോപ്പിക് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് ഇത് പഠിക്കണം. വിദൂര സംവേദനത്തിൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഉപഗ്രഹ വിദൂര സംവേദനമാണ് കേട്ടോ. വിദൂര സംവേദനത്തിൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതാണ് PSC ഏറ്റവും കൂടുതൽ എടുത്ത് ചോദിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവനെ നമ്മൾ ആദ്യം പഠിക്കുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. നമുക്കൊന്ന് നോക്കാം. കൃത്രിമ ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അഥവാ സംവേദനങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്നറിയപ്പെടുന്നത്. എന്താണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് ചോദിച്ചാൽ, കൃത്രിമോപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അഥവാ സംവേദനങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഉപഗ്രഹ വിദൂര സംവേദനം. കൃത്രിമോപഗ്രഹങ്ങളെ നമുക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ഒന്നാമത്തതാണ് സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങളും അതുപോലെ സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങളും. അപ്പോൾ കൃത്രിമോപഗ്രഹങ്ങളെ നമുക്ക് എത്രയായി തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാണ് സുസ്ഥിര കൃത്രിമ ഉപഗ്രഹങ്ങളും, രണ്ടാമത്തെ എന്താണ്? സൗരസ്ഥിര കൃത്രിമ ഉപഗ്രഹങ്ങളും. നമുക്ക് നോക്കാം ഇവന്മാരുടെ പ്രത്യേകതയും അല്ലെങ്കിൽ വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സുഹൃത്തുക്കളെ. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സുസ്ഥിര കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതയാണ്. സുസ്ഥിര കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഭൂമിയുടെ ഭ്രമണത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് സുസ്ഥിര കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ഭ്രമണത്തിനോടൊപ്പം, ഭൂമിയുടെ ഭ്രമണം അല്ലെങ്കിൽ ഭൂമിയുടെ കറക്കത്തിനോടൊപ്പം അതേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സുസ്ഥിര കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സുസ്ഥിര കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലായിരിക്കും. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പഠിക്കുക. സുസ്ഥിര കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലായിരിക്കും.
സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾക്ക് ഭൂമിയുടെ 1/3 ഭാഗം എപ്പോഴും നിരീക്ഷണ പരിധിക്കുള്ളിൽ വരുന്നു. ഇതും പഠിച്ചോളെ. സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾക്ക് ഭൂമിയുടെ 1/3 ഭാഗം എപ്പോഴും നിരീക്ഷണ പരിധിക്കുള്ളിൽ വരുന്നു. ഭൂമിയുടെ ഭ്രമണ വേഗതയ്ക്ക് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾക്ക് ഭൂമിയിലെ ഒരു പ്രദേശത്തെ എല്ലായ്പ്പോഴും അഭിമുഖീകരിച്ച് നിലകൊള്ളുവാൻ കഴിയുന്നു. സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾ ഒരു പ്രദേശത്തിന്റെ സ്ഥിര വിവരശേഖരണത്തിന് സഹായിക്കുന്നു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾ ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായിക്കുന്നു. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. വാർത്താവിനിമയത്തിനും അതുപോലെ ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. പഠിച്ചോളനെ. ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഭൂമിയുടെ ഭ്രമണത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾക്ക് സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലായിരിക്കും. സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾക്ക് ഭൂമിയുടെ 1/3 ഭാഗവും എപ്പോഴും നിരീക്ഷണ പരിധിക്കുള്ളിൽ വരുന്നു. ഭൂമിയുടെ ഭ്രമണവേഗതയ്ക്ക് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾക്ക് ഭൂമിയിലെ ഒരു പ്രദേശത്തെ എല്ലായ്പ്പോഴും അഭിമുഖീകരിച്ച് നിലകൊള്ളുവാൻ കഴിയുന്നു. സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾ ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായിക്കുന്നു. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ സുസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സൗരസ്ഥിത കൃത്രിമ ഉപഗ്രഹങ്ങൾ. എന്താണ് സൗരസ്ഥിത കൃത്രിമ ഉപഗ്രഹങ്ങൾ? ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിത കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സൗരസ്ഥിത കൃത്രിമ ഉപഗ്രഹങ്ങൾ. സൗരസ്ഥിത കൃത്രിമ ഉപഗ്രഹങ്ങൾ സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. സൗരസ്ഥിത കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ്. സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ നിരീക്ഷണ പരിധിയായിരിക്കും. കൃത്യമായ ഇടവേളകളിൽ ഒരു പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നത് സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങളാണ്. കൃത്യമായ ഇടവേളകളിൽ ഒരു പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നത് സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങളാണ്. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ചുള്ള വിവരശേഖരണത്തിന് സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു. പ്രകൃതി വിഭവങ്ങള്, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ചുള്ള വിവരശേഖരണത്തിന് സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു. വിദൂര സംവേദനത്തിന് കൂടുതലായി ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങൾ. പഠിക്കുക. വിദൂര സംവേദനത്തിന് കൂടുതലായി ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളെ എന്ന് ചോദിച്ചാൽ അത് സൗരസ്ഥിര കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. IRS, ലാൻഡ്സാറ്റ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിത ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. പഠിക്കുക. IRS, ലാൻഡ്സാറ്റ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങൾ സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് ഉള്ളത്. കൃത്യമായ ഇടവേളകളിൽ ഒരു പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നത് സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങളാണ്. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ചുള്ള വിവരശേഖരണത്തിന് സൗരസ്ഥിര കൃത്രിമോപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു. വിദൂര സംവേദനത്തിന് കൂടുതലായി ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങൾ. IRS, ലാൻഡ്സാറ്റ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിത കൃത്രിമോപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. പഠിക്കുക. ഉപഗ്രഹ വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതിൽ ചിലതൊക്കെ PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ളതാണ്. നമുക്ക് നോക്കാം ഉപഗ്രഹ വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട വാക്കുകൾ. ആദ്യത്തേതാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. എന്താണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ? ഭൂമിയിലുള്ള ഓരോ വസ്തുക്കളും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവിനെ ആ വസ്തുവിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നറിയപ്പെടുന്നു. ഭൂമിയിലുള്ള ഓരോ വസ്തുക്കളും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവിനെ ആ വസ്തുവിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നറിയപ്പെടുന്നു. ഭൗമോപരിതലത്തിലെ ഓരോ വസ്തുക്കളുടെയും വൈദ്യുത കാന്തിക വികിരണങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുകയും അതോടുകൂടി നമുക്ക് ആ വസ്തുവിനെ തിരിച്ചറിയാനും കഴിയും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമുദ്രത്തിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരു ഗ്ലേഷ്യറിന്റെ അല്ലെങ്കിൽ ഒരു ഹിമാലയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അത് കണക്കായിരിക്കില്ല ഒരു നദിയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു
വനത്തിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഇതൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ വസ്തുക്കൾക്കനുസരിച്ച്, ഭൂമിയിലെ വസ്തുക്കൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോ എന്താണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് ചോദിച്ചാല് ഭൂമിയിലുള്ള ഓരോ വസ്തുക്കളും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവിനെ ആ വസ്തുവിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നറിയപ്പെടുന്നു. ഭൗമോപരിതലത്തിലെ ഓരോ വസ്തുക്കളിലും വൈദ്യുത കാന്തിക വികിരണങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും. പഠിക്കുക. ഉപഗ്രഹ ചിത്രങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ ഭൂതലത്തിലെ വിവിധ വസ്തുക്കളെ അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുകയും വിവരങ്ങൾ സംഖ്യാരൂപത്തിൽ ഭൂതല കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അവ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ വ്യാഖ്യാനിച്ച് ചിത്രരൂപത്തിലാക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ ഭൂതലത്തിലെ വിവിധ വസ്തുക്കളെ അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുകയും വിവരങ്ങൾ സംഖ്യാരൂപത്തിൽ ഭൂതല കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അവ കമ്പ്യൂട്ടർ സഹായത്താൽ വ്യാഖ്യാനിച്ച് ചിത്രരൂപത്തിലാക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിനെയാണ് അല്ലെങ്കിൽ വസ്തുവിന്റെ വലിപ്പത്തെയാണ് നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിനെയാണ് അല്ലെങ്കിൽ വസ്തുവിന്റെ വലിപ്പത്തെയാണ് നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. പഠിക്കുക. ഇന്ത്യൻ ഗവൺമെന്റ് കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യൻ ഗവൺമെന്റ് കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. ISRO രൂപീകൃതമായ വർഷം 1969 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. ISRO രൂപീകൃതമായ വർഷം 1969 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. ആദ്യകാലങ്ങളിൽ PSC വർഷം മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. ഇപ്പൊ കൃത്യമായ തീയതി കൂടി നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 1969 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ISRO രൂപീകൃതമായത്. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരാണ്. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ. ബഹിരാകാശ വകുപ്പ് ബഹിരാകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1972 ബഹിരാകാശ വകുപ്പും ബഹിരാകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1972. ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം 1972 ജൂൺ മാസം 1-ാം തീയതി. ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം ചോദിച്ചാൽ 1972 ജൂൺ മാസം 1-ാം തീയതി. 1972 മുൻപ് ISRO ഏത് വകുപ്പിന് കീഴിലായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആണവോർജ വകുപ്പിന് കീഴിലായിരുന്നു. 1972 മുൻപ് ISRO ഏത് വകുപ്പിന് കീഴിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണവോർജ വകുപ്പിന് കീഴിലായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ISRO രൂപീകൃതമായ വർഷം 1969 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ. ബഹിരാകാശ വകുപ്പും ബഹിരാകാശ കമ്മീഷൻ എന്നിവ സ്ഥാപിതമായ വർഷം 1972. ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം 1972 ജൂൺ മാസം 1-ാം തീയതി. 1972 മുമ്പ് ISRO ഏത് വകുപ്പിന് കീഴിലായിരുന്നു? ആണവോർജ വകുപ്പിന് കീഴിലായിരുന്നു. ISROയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ്. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ് ആയിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. പഠിച്ചോളണേ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായ് ആണ്. വിക്രം സാരാഭായുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നു. വിക്രം സാരാഭായുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നു. ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളിയാണ് MGK മേനോൻ. തെറ്റിപ്പോവല്ലേ, ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളി ആരാ? MGK മേനോൻ ആണ്. ISROയുടെ രണ്ടാമത്തെ ചെയർമാനാണ് MGK മേനോൻ. അതും ഓർത്തു വെച്ചോളേ. ISROയുടെ രണ്ടാമത്തെ ചെയർമാൻ ആരെന്ന് പറയുന്നത് നമ്മുടെ MGK മേനോൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് സതീഷ് ധവാൻ ആണ്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാൻ ആയിരുന്ന വ്യക്തിത്വം ആരാ? സതീഷ് ധവാൻ ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ISROയുടെ ആദ്യ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നു. ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളി MGK മേനോൻ ആണ്. ISROയുടെ രണ്ടാമത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അതുമാരാ? നമ്മുടെ MGK മേനോൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാൻ ആയിരുന്ന വ്യക്തിത്വം സതീഷ് ധവാൻ ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ് ആണ്. പഠിക്കുക.
ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ഏക കൃത്രിമോപഗ്രഹ വിക്ഷേപണത്തറ എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ഏക കൃത്രിമോപഗ്രഹ വിക്ഷേപണത്തറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അറിയപ്പെടുന്ന പേര് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതേ ഉള്ളൂ. ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. പ്രീവിയസ് ക്വസ്റ്റ്യൻ പിന്നെ വന്നിരിക്കുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ശ്രീഹരിക്കോട്ടയാണ്. കേപ്പ് കെന്നഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളനെ. കേപ്പ് കെന്നഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പുലിക്കാട്ട് തടാകം. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാ സുഹൃത്തുക്കളെ? പുലിക്കാട്ട് തടാകം. ബംഗാൾ ഉൾക്കടലിനും പുലിക്കാട്ട് തടാകത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അതും ശ്രീഹരിക്കോട്ടയാണ്. ശ്രദ്ധിച്ചോളെ, ബംഗാൾ ഉൾക്കടലിനും പുലിക്കാട്ട് തടാകത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അതും ശ്രീഹരിക്കോട്ട തന്നെയാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറകളുടെ എണ്ണം 2 പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറകളുടെ എണ്ണം ചോദിച്ചാൽ അത് 2 ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ശ്രീഹരിക്കോട്ടയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ ഏക കൃത്രിമോപഗ്രഹ വിക്ഷേപണ തറ എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അറിയപ്പെടുന്ന പേര് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. കേപ്പ് കെന്നഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന തടാകം പുലിക്കാട്ട് തടാകം. ബംഗാൾ ഉൾക്കടലിലും പുലിക്കാട്ട് തടാകത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? അത് ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ സുഹൃത്തുക്കളെ? അത് 2 പഠിക്കുക. അടുത്തതാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഏതാ സുഹൃത്തുക്കളെ? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ ആദ്യകാല നാമമായിരുന്നു തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അഥവാ ട്രെൽസ് എന്ന്. പഠിച്ചോളനെ, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ ആദ്യകാല നാമം എന്താ? തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അഥവാ ട്രെൽസ് എന്ന്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായ വർഷം 1962. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായ വർഷം 1962. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ആണ് നൈക് അപ്പാച്ചെ. വർഷം 1963. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാ സുഹൃത്തുക്കളെ? നൈക് അപ്പാച്ചെയാണ്. വർഷം 1963. ISROയുടെ കീഴിലുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് തുമ്പയാണ്. മറക്കരുത്, അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. ISROയുടെ കീഴിലുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് തുമ്പയാണ്. തുമ്പ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? തിരുവനന്തപുരം ജില്ലയിലാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷം 1968. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളനെ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷം 1968. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. പഠിച്ചോളനെ, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ഇന്ദിരാഗാന്ധിയാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. നമ്മുടെ വിക്രം സാരാഭായുടെ ഓർമ്മയാർത്ഥം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അഥവാ ട്രെൽസ് എന്നായിരുന്നു. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായ വർഷം 1962. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് നൈക് അപ്പാച്ചെയാണ്. വർഷം 1963. ISROയുടെ കീഴിലുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ തുമ്പയാണ്. അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷം 1968. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? ഇന്ദിരാഗാന്ധി ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിരുന്നു. ISROയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ISROയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണ് PSC ഇപ്പോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ISROയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. ആദ്യമായി പഠിക്കേണ്ടതാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. നമ്മൾ ഒത്തിരി തവണ എടുത്തു പറഞ്ഞ പോയിന്റ്സ് ആണ്, എന്നാൽ നമുക്ക് ഒന്നുകൂടെ പഠിക്കാം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ കീഴിലുള്ള പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ.
ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISROയുടെ കീഴിലുള്ള പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിതമായ വർഷം 1971. ഡേറ്റ് പഠിച്ചോളേ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിതമായ വർഷം 1971. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ പുനർനാമകരണം ചെയ്ത വർഷം 2002. ഇമ്പോർട്ടന്റ് ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ പുനർനാമകരണം ചെയ്ത വർഷം 2002 ആണ്. ISRO സാറ്റലൈറ്റ് സെന്റർ സ്ഥാപിതമായ വർഷം 1972. ISROയുടെ സാറ്റലൈറ്റ് സെന്റർ സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ അത് 1972 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ISROയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ ഏതാ പറഞ്ഞത്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ പറ്റിയാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISROയുടെ കീഴിലുള്ള പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാ? അത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിതമായ വർഷം 1971. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 2002 ആണ്. ISRO സാറ്റലൈറ്റ് സെന്റർ സ്ഥാപിതമായ വർഷം 1972. പഠിക്കുക. അടുത്തതാണ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ. എന്താണ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ? സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ സ്ഥാപിതമായ വർഷവും 1972 തന്നെയാണ്. സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ സ്ഥാപിതമായ വർഷവും 1972 തന്നെയാണ്. സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ആസ്ഥാനം അഹമ്മദാബാദ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, പഠിച്ചോളണേ. സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് അഹമ്മദാബാദ് ആണ്. ISRO ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥാപനം സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ. ഇമ്പോർട്ടന്റ് ആണ്. ISROയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുടെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ചോദിച്ചാൽ ഏതാ? സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ സ്ഥാപിതമായ വർഷം 1972. സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് അഹമ്മദാബാദ് ആണ്. ISRO ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥാപനം സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ആണ്. പഠിക്കുക. അടുത്തതാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ സ്ഥാപകൻ വിക്രം സാരാഭായ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപകൻ ആരാണ്? വിക്രം സാരാഭായ് ആണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായ വർഷം 1947. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായ വർഷം 1947. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളനെ. ക്രാഡിൽ ഓഫ് അല്ലെങ്കിൽ തൊട്ടിൽ എന്ന് പറയില്ല, അതിനാണ് ക്രാഡിൽ എന്ന് പറയുന്നത്. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആണ്. അല്ലെങ്കിൽ PSC ചോദിക്കും ദ ഇന്ത്യൻ സ്പേസ് സയൻസിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ അതും എന്താണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി തന്നെയാണ്. ബഹിരാകാശ പേടകങ്ങളുടെ ഭൗതികപരമായ കാര്യക്ഷമത ഉറപ്പുവരുത്തുകയും ഭൂമിക്ക് പുറത്തുള്ള സാഹചര്യങ്ങളെ കൃത്രിമമായി നിർമ്മിച്ച് പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ISROയുടെ സ്ഥാപനം അറിയപ്പെടുന്ന പേരാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഇമ്പോർട്ടന്റ് ആണ്. ബഹിരാകാശ പേടകങ്ങളുടെ ഭൗതികപരമായ കാര്യക്ഷമത ഉറപ്പുവരുത്തുകയും ഭൂമിക്ക് പുറത്തുള്ള സാഹചര്യങ്ങളെ കൃത്രിമമായി നിർമ്മിച്ച് പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ISROയുടെ സ്ഥാപനം അറിയപ്പെടുന്ന പേരാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ സ്ഥാപകനാര വിക്രം സാരാഭായ് ആണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായ വർഷം 1947. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് സയൻസിന്റെ കളിത്തൊട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ്. ബഹിരാകാശ പേടകങ്ങളുടെ ഭൗതികപരമായ കാര്യക്ഷമത ഉറപ്പുവരുത്തുകയും ഭൂമിക്ക് പുറത്തുള്ള സാഹചര്യങ്ങളെ കൃത്രിമമായി നിർമ്മിച്ച് പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ISROയുടെ സ്ഥാപനം ഏതാ? അത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ്. അടുത്തതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി. മറക്കല്ലേ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി അഥവാ IIST. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി സ്ഥാപിതമായ വർഷം 2007. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി സ്ഥാപിതമായ വർഷം 2007. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി ഉദ്ഘാടനം ചെയ്തത് G മാധവൻ നായരാണ്. അതായത് IIST ഉദ്ഘാടനം ചെയ്തത് ആരാണ്? G മാധവൻ നായരാണ്. IIST സ്ഥിതി ചെയ്യുന്നത് വലിയമല, തിരുവനന്തപുരം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളനെ. IIST സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വലിയമല, തിരുവനന്തപുരം. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി അഥവാ IIST പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി അഥവാ IIST സ്ഥാപിതമായ വർഷം 2007 ആണ്. IIST ഉദ്ഘാടനം ചെയ്തത് ആരാണ്? G മാധവൻ നായരാണ്. IIST സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വലിയമല, തിരുവനന്തപുരം. അടുത്തതാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ.
ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനം എന്നറിയപ്പെടുന്നത് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനം എന്നറിയപ്പെടുന്നത് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ്. ആൻഡ്രിക്സ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1992. ആൻഡ്രിക്സ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1992. ആൻഡ്രിക്സ് കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ബാംഗ്ലൂരാണ്. ആൻഡ്രിക്സ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണത്? ബാംഗ്ലൂരാണ്. രാജ്യാന്തര തലത്തിൽ ബഹിരാകാശ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏജൻസിയായി പ്രവർത്തിക്കുന്നത് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. രാജ്യാന്തര തലത്തില് ബഹിരാകാശ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആൻഡ്രിക്സ് കോർപ്പറേഷനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനം എന്നറിയപ്പെടുന്നത് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ്. ഇനി ആൻഡ്രിക്സ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1992. ആൻഡ്രിക്സ് കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ബാംഗ്ലൂരാണ്. രാജ്യാന്തര തലത്തിൽ ബഹിരാകാശ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏജൻസിയായി പ്രവർത്തിക്കുന്നത് ആരാ? ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ്. പഠിക്കുക. അടുത്തതാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇപ്പൊ അങ്ങോട്ട് വന്നേ ഉള്ളൂ. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ വാണിജ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് രൂപീകൃതമായ സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ വാണിജ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് രൂപീകൃതമായ സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ISRO വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ പുത്തൻ കമ്പനികൾക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നതിന് സാഹചര്യം ഒരുക്കുന്ന സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ആൻഡ്രിക്സിൽ നിന്നും ഇവൻ എന്താ വ്യത്യാസം എന്നുള്ളത്. ഒരു വ്യത്യാസമില്ല സുഹൃത്തുക്കളെ. ആൻഡ്രിക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം എന്താണ്? ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഒരു റോക്കറ്റ് ഉണ്ട്. ആ റോക്കറ്റിനകത്ത് നമുക്ക് മറ്റു പല രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് കൊണ്ടുപോകാൻ പറ്റുമല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള സാറ്റലൈറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻഡർ പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാറ്റലൈറ്റുകളെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഇന്ത്യ കാര്യക്ഷമമാണെന്ന് മറ്റു രാജ്യങ്ങളെ അറിയിക്കുക, അവിടെ സാറ്റലൈറ്റുകൾ കൊണ്ടുവന്ന് നമ്മുടെ ഇന്ത്യയിലെ റോക്കറ്റ് ഉപയോഗിച്ച് സ്പേസിൽ എത്തിക്കുക. ഇതൊക്കെയാണ് ആൻഡ്രിക്സിന്റെ ജോലി. എന്നാൽ നേരെ തിരിച്ച് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം റോക്കറ്റ് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു. അതായത് നമ്മുടെ ടെക്നോളജി മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ റോക്കറ്റുകൾ തന്നെ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്പേസിലെ പല പ്രോഗ്രാമുകൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ പുതിയ ഡിവൈസുകൾ എന്ത് ചെയ്യുന്നു, പല രാജ്യത്തിന് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? ഈ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ചെയ്യുന്നത്. ഇതാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ISRO വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ പുത്തൻ കമ്പനികൾക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നതിന് സാഹചര്യം ഒരുക്കുന്ന സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. പഠിച്ചോളെ. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം ഏതാണ്? ബാംഗ്ലൂരാണ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകൃതമായ വർഷം 2019 മാർച്ച് മാസം 6-ാം തീയതിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകൃതമായ വർഷം 2019 മാർച്ച് മാസം 6-ാം തീയതിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ വാണിജ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട രൂപീകൃതമായ സ്ഥാപനം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ISRO വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ പുത്തൻ കമ്പനികൾക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന സ്ഥാപനം എന്ന് ചോദിച്ചാൽ അത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ബാംഗ്ലൂരാണ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകൃതമായ വർഷം 2019 മാർച്ച് 6 പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ചന്ദ്രയാൻ. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ പദ്ധതി ആരംഭിച്ച വർഷം 2003 പഠിച്ചു വെക്കുക. ചന്ദ്രയാൻ പദ്ധതി ആരംഭിച്ച വർഷം 2003. ചന്ദ്രയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. മറക്കരുത്, ചന്ദ്രയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ്. 2003. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. പഠിച്ചു വെച്ചോളണേ. ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ഇപ്പോഴും PSCയുടെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ് പറഞ്ഞത്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം PSLV C-11. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം ഏതാ സുഹൃത്തുക്കളെ? PSLV C-11. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അത്
സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. അപ്പോൾ ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണത്തറ എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ചന്ദ്രയാൻ 1 ആയാലും 2 ആയാലും 3 ആയാലും എല്ലാം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മൾ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണത്തറ എന്ന് ചോദിച്ചാൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. പ്രധാനമായും ചന്ദ്രയാൻ 1ന്റെ കണ്ടെത്തൽ എന്തെന്ന് ചോദിച്ചാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. എന്താണ് പ്രധാനപ്പെട്ട ചന്ദ്രയാൻ 1ന്റെ കണ്ടെത്തൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. ചന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ച വർഷം 2009 ഓഗസ്റ്റ് 28-നാണ്. ചന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ച വർഷം 2009 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു. ഇത് രണ്ടും പഠിക്കണേ. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് ആയിരുന്നു. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു. പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ചന്ദ്രയാൻ 2നെ പറ്റി. PSCയുടെ ട്രെൻഡിങ്ങിൽ കിടക്കുന്നതാണ്. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 2 ആണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി 2019 ജൂലൈ മാസം 22-ാം തീയതി. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി എത്രയാണ്? 2019 ജൂലൈ മാസം 22-ാം തീയതി. ചന്ദ്രയാൻ 2 ആയതുകൊണ്ട് ജൂലൈ 22-ന് എന്ത് ചെയ്തു? നമ്മൾ വിക്ഷേപിച്ചു എന്നങ്ങ് പഠിച്ചു വെക്കുക. വർഷം എത്രയാണ്? 2019. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം GSLV Mark 3 M1 ആണ്. GSLV Mark 3 M1 ആണ് ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാനായിട്ട് ഉപയോഗിച്ച വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണത്തറ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണത്തറ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന ലാൻഡർ ആയിരുന്നു വിക്രം ലാൻഡർ. ചന്ദ്രോപരിതലത്തിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന റോവർ ആയിരുന്നു പ്രഗ്യാൻ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. PSCയുടെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്, അതും നമുക്ക് പറയാം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന ലാൻഡർ ചോദിച്ചാൽ അത് വിക്രം ലാൻഡർ ആണ്. ചന്ദ്രോപരിതലത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന റോവർ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രഗ്യാൻ ആണ്. എന്താ സുഹൃത്തുക്കളെ ലാൻഡറും റോവറും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആദ്യം മനസ്സിലാക്കുക. ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവന് മൂവ്മെന്റ് ഒന്നുമില്ല. അവൻ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് അതുപോലെ നിശ്ചല അവസ്ഥയിൽ ഇതിനെയാണ് ലാൻഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്താണ് റോവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ചലിക്കുന്ന ചക്രങ്ങൾ കാണും. ഇവനകത്ത് ഈ റോവറിനകത്ത് എന്തുകൊണ്ട്? ചലിക്കുന്ന അല്ലെങ്കിൽ മോട്ടോർ ഉപയോഗിച്ച് ചലിക്കുന്ന ചക്രങ്ങൾ കാണും. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മൂവ്മെന്റ് സാധ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ വിക്ഷേപിക്കുന്നത് ആ ലൊക്കേഷനിൽ എത്തിയതിനു ശേഷം ഇവൻ ആ ലൊക്കേഷനിൽ കൂടെ സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ട്. അപ്പോ റോവറുകൾ ഉരുണ്ട് പ്രദേശങ്ങളെല്ലാം പഠിക്കുമ്പോൾ ലാൻഡർ ഒരു പ്രദേശത്തെത്തി ആ പ്രദേശത്തിലെ പ്രത്യേക ഒരു ഭാഗം മാത്രം പഠിക്കുവാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു ഭാഗം സുഹൃത്തുക്കൾ ഓർത്തു വെച്ചേക്കുക. എന്താണ് റോവർ എന്നും എന്താണ് ലാൻഡർ എന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് വേണം മുന്നോട്ട് പോവാനായിട്ട്. അപ്പോ ചന്ദ്രയാനിലുണ്ടായിരുന്ന ലാൻഡർ എന്ന് ചോദിച്ചാൽ അത് വിക്രവും, അതുപോലെ ചന്ദ്രനിലെ ഉപരിതലത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ചന്ദ്രയാനിലുണ്ടായിരുന്ന റോവർ എന്ന് ചോദിച്ചാൽ അത് പ്രഗ്യാനുമാണ്. ചന്ദ്രയാൻ 2ന് ചന്ദ്രനിലെത്തിയ തീയതി 2019 ഓഗസ്റ്റ് 20. എല്ലാ 2ന്റെ കളിയാണ് കേട്ടോ. ചന്ദ്രയാൻ 2 ചന്ദ്രനിലെത്തിയ തീയതി ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഓഗസ്റ്റ് 20-ലാണ്. അതിൽ 2 ഉണ്ട്. ഓഗസ്റ്റ് 20-ലാണ്. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിതയാണ്. ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ഋതു കരിന്താൾ. ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ആരാണ്? ഋതു കരിന്താൾ ആണ്. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ കെ ശിവൻ ആയിരുന്നു. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? കെ ശിവൻ ആയിരുന്നു. ഇത്രയും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നന്നായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 3 ആണ്. ഇത് നമ്മുടെ കറണ്ട് അഫേഴ്സ് ആണ്. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ചന്ദ്രയാൻ 3 എന്നുള്ളത് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട തീയതി 2023 ജൂലൈ മാസം 14-ാം തീയതി. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട തീയതി എത്രയാണ്? 2023 ജൂലൈ മാസം
14-ാം തീയതി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച എത്രയിലാണ്? 2023 ചന്ദ്രയാൻ 3 2023 വിക്ഷേപിച്ചതെന്ന് പഠിക്കുക. ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനമാണ് LMV-3M4 റോക്കറ്റ്. LMV-3M4 റോക്കറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ GSLV Mark 3 റോക്കറ്റിന്റെ പേര് മാറ്റിയിരുന്നു എന്നുള്ളത്. അതിന്റെ പുതിയ നാമമാണ് LMV-3 എന്നുള്ളത്. അപ്പോൾ LMV-3M4 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ചന്ദ്രയാൻ 3 നമ്മൾ വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തറ നമുക്ക് എല്ലാം അറിയാം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. അതിനെടുത്ത് പറയുന്നില്ല. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ മിഷന്റെ. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതി. 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതി. 23 പഠിക്കാൻ എളുപ്പമല്ലേ? 23 മറക്കരുത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യയായി. അങ്ങനെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യം ആരായി മാറി? ഇന്ത്യയായി മാറി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഒന്നുകൂടി പറയുവാണ്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 23. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യമായി അങ്ങനെ ഇന്ത്യ മാറി. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം ലാൻഡർ. പഴയ ലാൻഡറും പഴയ റോവറും തന്നെയാണ്, പേരിന് ഒരു വ്യത്യാസവുമില്ല. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം ലാൻഡർ. വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്ത് അറിയപ്പെടുന്ന പുതിയ പേരാണ് ശിവശക്തി. പഠിച്ചു വെച്ചോളെ. വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശം അറിയപ്പെടുന്ന പുതിയ പേരാണ് ശിവശക്തി. ഏതൊക്കെ ചാന്ദ്ര ഗർത്തങ്ങൾക്കിടയിലാണ് വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എന്ന് പഠിച്ചു വെച്ചിരിക്കുക. മാൻസിനസ് സിയും അതുപോലെ തന്നെ സിംപേലിയസ് N എന്നീ 2 ഗർത്തങ്ങൾക്കിടയിലാണ് ആരിറങ്ങിയത്? വിക്രം ലാൻഡർ ലാൻഡ് ചെയ്തത്. പഠിക്കുക. മാൻസിനസ് സിയും അതുപോലെ തന്നെ സിംപേലിയസ് Nഉം എന്ന് പറയുന്ന 2 ഗർത്തങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ക്രേറ്ററുകൾക്കിടയിലാണ് ആരിറങ്ങിയത്? നമ്മുടെ വിക്രം ലാൻഡർ ഇറങ്ങിയതെന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വിക്രം ലാൻഡറിന്റെ ഭാഗമായിട്ട് കുറച്ച് ഉപകരണങ്ങൾ കൂടിയുണ്ട്. PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് വിക്രം ലാൻഡറിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ISRO നിർമ്മിത ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ചന്ദ്രോപരിതലത്തിലെ പ്ലാസ്മയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റംഭ LP എന്നുള്ള ഉപകരണം വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന പ്ലാസ്മയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി റംഭ LP എന്ന് പറയുന്ന ഉപകരണം എന്തിൽ കണക്ട് ചെയ്തിരുന്നു? നമ്മുടെ വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്നു. ചന്ദ്രോപരിതലത്തിലെ താപനിലയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമായിരുന്നു ചാസിറ്റ്. എന്താ അവന്റെ പേര്? ചാസിറ്റ് എന്നായിരുന്നു. എന്താ അവന്റെ ഫുൾ ഫോം എന്ന് സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചന്ദ്രയാൻ സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ്. എന്താണ് ചന്ദ്രയാൻ സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നാണ് ഈ ചാസറ്റിന്റെ പേരെന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഇലിസ എന്ന ഉപകരണം ഉപയോഗിച്ചു. ഒന്നുകൂടി പറയാം. ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇലിസ എന്ന് പറയുന്ന ഉപകരണം എന്ത് ചെയ്തു? ഘടിപ്പിച്ചിരുന്നു വിക്രം ലാൻഡറിൽ. ഈ ഇലിസ ഉപകരണത്തിന്റെ ഫുൾ ഫോം എന്നൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റി എന്നാണ് ഈ പറയുന്ന ഉപകരണത്തിന്റെ പേരെന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഒന്നുകൂടി പറയുവാണ്. ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഉപകരണം അറിയപ്പെടുന്ന പേരാണ് ഇലിസ എന്നുള്ളത്. ഈ ഇലിസയുടെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റീസ് എന്നാണ്. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റീസ് എന്നാണ്. ചന്ദ്രയാൻ 3 റോവർ ആയിരുന്നു പ്രഗ്യാൻ. നേരത്തെ റോവർ തന്നെയാണ്. ചന്ദ്രയാൻ 2 അതേ റോവർ തന്നെയാണ് ചന്ദ്രയാൻ 3 ഉപയോഗിച്ചത്. അവന്റെ പേരെന്താണ്? പ്രഗ്യാൻ എന്നാണ്. പ്രഗ്യാൻ റോവറിന്റെ ഭാഗമായുള്ള ഉപകരണം കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചന്ദ്രയാൻ 3 ഇവിടെ അവസാനിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് സമയം കളയേണ്ട. പ്രഗ്യാൻ റോവറിന്റെ ഭാഗമായിട്ടുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയെന്നുള്ളത് പഠിക്കാം.
ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആപ്സിക്സ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചു. APXS എന്നുള്ള ഉപകരണം, ആപ്സിക്സ് എന്നുള്ള ഉപകരണം ഉപയോഗിച്ചു. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആപ്സിക്സ് എന്ന ഉപകരണം ഉപയോഗിച്ചു. അതിന്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾ ഒന്ന് കേട്ടിരുന്നാൽ മതി. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് ആപെക്സിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ചന്ദ്രോപരിതലത്തിലെ രാസഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടി ലിപ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു പ്രഗ്യാൻ റോവറിൽ. ഒന്നുകൂടി പറയാം, ചന്ദ്രോപരിതലത്തിലെ രാസഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലിബ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു നമ്മുടെ പ്രഗ്യാൻ റോവറിൽ. ആ ലിബ്സിന്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചാൽ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് ആ ഉപകരണത്തിന്റെ ഫുൾ പേരെന്ന് പറയുന്നത്. ഈ ഫുൾ പേരെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ ദൗത്യം എത്ര ദിനങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, 14 ഭൗമ ദിനങ്ങളാണ്. എത്ര ദിനങ്ങളാ സുഹൃത്തുക്കളെ? 14 ഭൗമ ദിനങ്ങളാണ്. ഭൂമിയിലെ 14 ദിവസങ്ങളാണ് എന്ത് ചെയ്തത്? ചന്ദ്രയാൻ 3 അതിന്റെ ദൗത്യം നടത്തിയത്. അതായത് അതൊരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ അത് ചന്ദ്രനിലെ ഒരു ദിനത്തിന് തുല്യമാണ്. എത്രയെന്ന് പറയുന്നത്? ഭൂമിയിലെ 14 ദിനം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ചന്ദ്രയാൻ 3ന്റെ ദൗത്യം എത്ര ദിനങ്ങൾ നീണ്ടു നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 14 ഭൗമ ദിനങ്ങൾ നീണ്ടു നിന്നു. ഇപ്പോഴങ്ങോട്ട് കറണ്ട് അഫേഴ്സ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. 14 ഭൗമ ദിനങ്ങൾ എന്ത് ചെയ്തു? നീണ്ടു നിന്നു. ഇതെന്ന് പറയുന്നത് ഒരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്. ഈ 14 ഭൗമ ദിനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ മലയാളിയായിട്ടുള്ള S സോമനാഥനാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ S സോമനാഥനാണ്. പഠിക്കുക. അടുത്തതാണ് ബഹിരാകാശ വാരം എന്തെന്നുള്ളത്. ബഹിരാകാശ വാരം എന്തെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായിരുന്നു സ്പുട്നിക് 1. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായിരുന്നു സ്പുട്നിക് 1. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്പുട്നിക് 1 വിക്ഷേപിച്ച തീയതി 1957 ഒക്ടോബർ മാസം 4-ാം തീയതി. വീണ്ടും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്പുട്നിക് 1 വിക്ഷേപിച്ച തീയതി 1957 ഒക്ടോബർ മാസം 4-ാം തീയതിയാണ്. സ്പുട്നിക് 1 നിർമ്മിച്ച രാജ്യം റഷ്യയാണ്. സ്പുട്നിക് 1 നിർമ്മിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. ബഹിരാകാശ യുഗത്തിലെ ആരംഭം എന്നറിയപ്പെടുന്നത് സ്പുട്നിക് 1ന്റെ വിക്ഷേപണമാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ബഹിരാകാശ യുഗത്തിന്റെ ആരംഭം എന്നറിയപ്പെടുന്നത് സ്പുട്നിക് 1ന്റെ വിക്ഷേപണമായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. അന്താരാഷ്ട്ര തലത്തിലെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന വർഷം 1959 ഒക്ടോബർ 10-നാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന വർഷം 1959 ഒക്ടോബർ 10-നാണ്. അപ്പോൾ സ്പുട്നിക് 1 വിക്ഷേപിച്ച 1957 ഒക്ടോബർ 4-ഉം അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന വർഷമായ 1959 ഒക്ടോബർ 10-ഉം കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ബഹിരാകാശ വാരമായിട്ട് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ആചരിച്ചു വരുന്നു. കേട്ടോ സുഹൃത്തുക്കളെ, ഇതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം എന്നറിയപ്പെടുന്നത് സ്പുട്നിക് 1 PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്പുട്നിക് 1 വിക്ഷേപിച്ച തീയതി 1957 ഒക്ടോബർ മാസം 4-ആണ്. അതും പ്രീവിയസ് ആയി ചോദിച്ചുള്ള ചോദ്യമാണ്. സ്പുട്നിക് 1 നിർമ്മിച്ച രാജ്യം റഷ്യയാണ്. ബഹിരാകാശ യുഗത്തിന്റെ ആരംഭം എന്നറിയപ്പെടുന്നത് സ്പുട്നിക് 1ന്റെ വിക്ഷേപണമായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന വർഷം 1959 ഒക്ടോബർ 10-ആണ്. അങ്ങനെ സ്പുട്നിക് 1 വിക്ഷേപിച്ച ഒക്ടോബർ 4-ഉം അതുപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന ഒക്ടോബർ 10-ഉം കൂടെ ചേർത്തുകൊണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ വാരമായിട്ട് നമ്മൾ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ
ആചരിച്ചു വരുന്നു. പഠിക്കുക. അടുത്തതാണ് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളെ പറ്റിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ബഹിരാകാശ ഏജൻസിയും PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്ന സുഹൃത്തുക്കളെ. ആദ്യത്തേതാണ് ഇന്ത്യയുടേത്. ഇന്ത്യയുടേതാണ് നമ്മൾ ഇസ്രോ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ISRO എന്ന് പറയുന്ന ബഹിരാകാശ ഏജൻസിയാണ് ഇന്ത്യക്കുള്ളത്. USA നമുക്ക് എല്ലാവർക്കും അറിയാം നാസയാണ്. USA നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാസയാണ്. യൂറോപ്പിന്റേതാണ് യൂറോപ്പിന്റേതാണ് ESA. ജപ്പാന്റേതാണ് ജാക്സ. പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ജപ്പാന്റേതാണ് ജാക്സ. റഷ്യയുടേതാണ് RSA. ചൈനയുടേതാണ് CNSA എന്നുള്ളത് പഠിക്കുക സുഹൃത്തുക്കളെ. ഇമ്പോർട്ടന്റ് ആണ്. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടേതാണ് ISRO, USA നാസ, യൂറോപ്പിന്റേതാണ് ഈസ അല്ലെങ്കിൽ ESA, ജപ്പാന്റേതാണ് ജാക്സ അല്ലെങ്കിൽ JAXA, റഷ്യയുടേതാണ് RSA, അതുപോലെ ചൈനയുടേതാണ് CNSA എന്നുള്ളത് പഠിക്കുക. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO, അല്ലെങ്കിൽ അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ളത് അല്ലെ സുഹൃത്തുക്കളെ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ട വർഷം 1975 ഏപ്രിൽ മാസം 19. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ട വർഷം 1975 ഏപ്രിൽ മാസം 19 അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് എക്സ്പ്ലോറർ 1. അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് എക്സ്പ്ലോറർ 1. അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് എക്സ്പ്ലോറർ 1 എന്ന് പറയുന്നത്. എക്സ്പ്ലോറർ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 1958 ജനുവരി മാസം 31. എക്സ്പ്ലോറർ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 1958 ജനുവരി മാസം 31. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ലൈക്ക എന്ന നായയാണ്. ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ജീവി ചോദിച്ചാൽ ലൈക്ക എന്ന നായയാണ്. ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തെത്തിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യ. വർഷം 1957. ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തെത്തിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യയാണ്. വർഷം 1957. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി എന്നറിയപ്പെടുന്നത് ISRO അല്ലെങ്കിൽ ഇസ്രോയാണ്. ISRO അല്ലെങ്കിൽ ഇസ്രോയുടെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ട വർഷം 1975 ഏപ്രിൽ മാസം 19. അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എക്സ്പ്ലോറർ 1 എക്സ്പ്ലോറർ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 1958 ജനുവരി മാസം 31. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ലൈക്ക എന്ന നായയാണ്. ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തെത്തിച്ച രാജ്യം ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ ആണ്. വർഷം 1957. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര 1. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഭാസ്കര 1. ഭൗമ നിരീക്ഷണം ഭാസ്കര 1. രണ്ടിലും ഉണ്ട്, അതുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ ഭാസ്കര 1. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത് രോഹിണിയാണ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ അത് രോഹിണിയാണ്. രോഹിണി വിക്ഷേപിച്ച വർഷം 1980 ജൂലൈ 18. രോഹിണി വിക്ഷേപിച്ച വർഷം 1980 ജൂലൈ മാസം 18. രോഹിണി വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം SLV-3 ആണ്. അത് ചോദിച്ചിട്ടുണ്ട്, പഠിക്കുക സുഹൃത്തുക്കളെ. രോഹിണി കൃത്രിമോപഗ്രഹം വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SLV-3 ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹവും ISRO നിർമ്മിച്ച ആദ്യ സുസ്ഥിര ഉപഗ്രഹവും ആപ്പിൾ ആണ്. മറക്കരുത്, ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം എന്നറിയപ്പെടുന്നതും ISRO നിർമ്മിച്ച ആദ്യത്തെ സുസ്ഥിര ഉപഗ്രഹം എന്ന് അറിയപ്പെടുന്നതും ആരാണ്? ആപ്പിൾ ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വിവിധോദ്ദേശ കൃത്രിമോപഗ്രഹം ഇൻസാറ്റ് 2A 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. പഠിക്കുക. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വിവിധോദ്ദേശ കൃത്രിമ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻസാറ്റ് 2A ആണ്. ഇൻസാറ്റ് 2A വിക്ഷേപിച്ച വർഷം 1992 ജൂലൈ മാസം 10. ഇൻസാറ്റ് 2A വിക്ഷേപിച്ച വർഷം 1992 ജൂലൈ മാസം 10 ആണ്. ഇത് എവിടെയെന്ന് ചോദിച്ചാല്
ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നാണ്. മറക്കരുത് കേട്ടോ സുഹൃത്തുക്കളെ, ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്ര പഠന ഉപഗ്രഹം ഓഷ്യൻ സാറ്റ്, അല്ലെങ്കിൽ അവൻ അറിയപ്പെട്ട മറ്റൊരു പേരാണ് IRS-P4. മറക്കരുത്, ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്ര പഠനത്തിനുള്ള ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ അതാണ് ഓഷ്യൻ സാറ്റ്. സമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്താണ്? ഓഷ്യൻ ആണ്. അപ്പോൾ ഓഷ്യൻ സാറ്റ്, അവന്റെ മറ്റൊരു പേരാണ് നമുക്ക് പഠിക്കാനുള്ളത് IRS-P4. IRS-P4 മറക്കരുത്. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം കൽപ്പന. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ്? കൽപ്പന 1 എന്നാൽ PSC ആദ്യകാലങ്ങളിൽ കൽപ്പന 1 എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴത്തെ PSCയുടെ ചോദ്യപേപ്പറിൽ കണ്ടുവരുന്നത് സാറ്റ് എന്നാണ്. ഓർക്കുക, ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം അറിയപ്പെടുന്ന പേര് കൽപ്പന 1 എന്നാണ്. അതിന്റെ മറ്റൊരു പേരാണ് മെറ്റ്സാറ്റ്. ആദ്യകാലങ്ങളിൽ കൽപ്പന 1 എന്ന് തന്നെയാണ് PSC ഉത്തരസൂചികയിൽ നൽകിയിരുന്നത്. ഇപ്പോഴത്തെ ചോദ്യപേപ്പറുകൾ മെറ്റ്സാറ്റ് എന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം നന്നായിട്ട് പഠിക്കുക. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം അറിയപ്പെടുന്ന പേരാണ് എഡ്യൂസാറ്റ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷൻ അല്ലെ? വിദ്യാഭ്യാസത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? എഡ്യൂക്കേഷൻ. അപ്പോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം അറിയപ്പെടുന്ന പേരെന്താണ്? എഡ്യൂസാറ്റ് എന്നാണ്. ഇതല്ല PSC ചോദിക്കുന്നത്. PSCയുടെ ഉത്തര സൂചികയിൽ കിടക്കുന്നത് GSAT എന്നാണ്. പഠിച്ചു വെച്ചേക്കുക. PSC എങ്ങനെയായിരിക്കും ഓപ്ഷൻ ഇടുന്നത്? GSAT എന്നായിരിക്കും ഉത്തരം കൊടുക്കുന്നത്. പഠിക്കുക. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹം എന്ന് ചോദിച്ചാൽ എഡ്യൂസാറ്റ്, അല്ലെങ്കിൽ അവരുടെ മറ്റൊരു പേരെന്താണ്? GSAT-3 എന്നാണ്. എന്താണ്? GSAT-3. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ ഉപഗ്രഹം GSAT-7. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് GSAT-7 ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. വ്യക്തമായി സുഹൃത്തുക്കളെ ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയണ്ട. ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനം എന്നറിയപ്പെടുന്നത് GSLV Mark 3 ആണ്. ഒട്ടുമിക്ക സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനം എന്നറിയപ്പെടുന്നത് GSLV Mark 3 ആണ്. ഈ GSLV Mark 3യുടെ പേര് നമ്മൾ മാറ്റിയിരുന്നു, അതായത് പുനർനാമകരണം ചെയ്തിരുന്നു. അതാണ് LVM-3 എന്നുള്ളത്. മറക്കരുത്, LVM-3 എന്നുള്ളത്. ഒന്നുകൂടി പറയാം, ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനം അല്ലെങ്കിൽ റോക്കറ്റ് എന്നറിയപ്പെടുന്നത് GSLV Mark 3 ആണ്. അവന്റെ പേര് നമ്മളൊന്ന് മാറ്റിയിരുന്നു, അതാണ് LVM-3 എന്നുള്ളത്. ഇത്രയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിരുന്നു നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.